റൂമിൽ വന്ന രാജാബ്രദർ ആ കാര്യം രാജാബ്രദർ അത് തുറന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ സന്തോഷം തോന്നി. അതിന് കാരണം ഈ പ്രശ്നത്തിൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അജി ഇത് ഒരു റൂമിൽ സംസാരിച്ച സമയത്ത് രാജാബ്രദർ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് ഈ വിഷയം ഇത്രയും ഇങ്ങനെ അജി ഫ്യൂവൽ കിട്ടിയ പോലെ കത്തിക്കേറി ഈ വിഷയം ഇത്രയും വന്നത് എന്നൊരു ആരോപണം അല്ലെങ്കിൽ ആ നിലയിലൊരു സംസാരം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. രാജാബ്രദർ അന്നത് പറഞ്ഞത് അതുവരെയുള്ള രാജാബ്രദറിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലും തിരിച്ചറിവിന്റെ ബോധ്യതയുടെ അടിസ്ഥാനത്തിലുമായിരുന്നു. എന്നാൽ അദ്ദേഹം കൂടുതൽ ആ വിഷയത്തിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പൂർണ്ണമായിട്ടും തീർത്തു പറയാൻ പറ്റത്തില്ല. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഫോളോ ചെയ്യുന്ന 2 പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് റിസർച്ചസ് പോയപ്പോൾ അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അത് മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം അല്ലാത്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് മുന്നേ അറിയാമായിരുന്നുവെങ്കിലും അല്ലാത്ത ആർഗ്യുമെന്റ് പറയുന്നവരുടെ പക്ഷത്തുള്ള സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലാക്ക് ഓഫ് എവിഡൻസസ് എന്നുള്ള കാരണം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ മറുവശത്തിന് ഇതാണ് എന്ന് തീർത്ത് പറയാൻ ഒരു എവിഡൻഷ്യൽ ആയിട്ട് പ്രൂഫ്സ് ഒന്നും ഇല്ലാത്ത കാലത്തോളം മറുവശം പറയുന്നതിനാണ് കൂടുതൽ മുൻതൂക്കം. ആ ബോധ്യത രാജാബ്രദറിന് ഉണ്ടായി എന്നുള്ളത് ഓർത്ത് അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന ആരോപണത്തിന്റെ ആ പൊടി അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന ആളുകൾ ചാരിയിരുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു ആരോപണത്തിന്റെ ആ ഒരു നിഴല് അത് പൂർണ്ണമായിട്ട് മാറിപ്പോയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. രാജാബ്രദർ അങ്ങനെ തുറന്നു വന്ന് പറഞ്ഞതിന് നന്ദിയുണ്ട്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ കേൾക്കുന്നവർ ഇതൊരു എന്താ പറയുന്ന അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി അദ്ദേഹം ഇന്ന് ഈ റൂമിൽ കയറി വന്നതിന് ശേഷമാണ് ഈ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. അങ്ങനെ അത് സംസാരിക്കുമ്പോൾ ഇത് പ്രീ പ്ലാൻഡ് ആയിട്ടൊരു കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ തുറന്ന മനസ്സിന് നന്ദി പറയുന്നു. ഇനിയെങ്കിലും സഹോദരന്മാരിൽ ആരുടെയെങ്കിലും ഉള്ളിൽ രാജ ഇതിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അജി ഇത്രയും ഇങ്ങനെ പറഞ്ഞ് ഇത് പ്രശ്നം ഉണ്ടാക്കിയത് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണം. അന്ന് രാജാബ്രദർ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവിന്റെ അന്നത്തെ ഇതിനനുസരിച്ചാണ്. ഇന്ന് അദ്ദേഹം വീണ്ടും അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹം അഭിപ്രായത്തെ തിരുത്തി പറഞ്ഞു. ഇത്തരം തിരുത്തലുകൾ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുന്ന കാഴ്ചപ്പാടുകളിലുള്ള ഈ പഠനക്ഷമത, അതായത് ടീച്ചബിലിറ്റി, അത് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകേണ്ടതാണ്. അത് ഒട്ടുമില്ലാത്ത ആളാണ് അജി. അജിന് ആർക്കും ഒരിക്കലും തിരുത്താൻ പറ്റത്തില്ല. അജി മറ്റൊരാളാൽ പഠിപ്പിക്കപ്പെടുവാൻ കഴിയാത്ത നേച്ചറിന്റെ ഉടമസ്ഥനുമായതുകൊണ്ട് അജിക്ക് ഇതൊന്നും കണ്ടെത്താൻ പറ്റത്തുമില്ല. കാരണം അജി ഡിപ്പെൻഡ് ചെയ്യുന്നത് വാട്സാപ്പിൽ വരുന്ന മെസ്സേജസിനെയാണ്. അജിക്ക് അനിൽ ബ്രദർ പറഞ്ഞ പോലെ ഒരു സ്വതന്ത്രമായ അന്വേഷണമോ പഠനമോ ഉള്ള ആളായിരുന്നുവെങ്കിൽ രാജ ബ്രദർ ഇപ്പൊ കണ്ടെത്തിയതുപോലെ ഈ പറയുന്ന തുരുത്തുകളിലൊക്കെ അജി ബ്രദറും ചെന്നേനെ. കാരണം എല്ലാവർക്കും ഇത് അന്വേഷിച്ച് ഇപ്പം അറബി അറിയില്ലാത്ത, അറബി ലെറ്റേഴ്സ് കൃത്യമായിട്ട് കൂട്ടി മനസ്സിലാക്കി വായിക്കാൻ അറിയില്ലാത്ത ഞാനോ രാജാ ബ്രദറോ ഒക്കെ അന്വേഷിക്കുന്ന അതേ പാതയിൽ അജിക്ക് സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ പാതയിൽ സഞ്ചരിച്ചാൽ ചെല്ലാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് രാജാ ബ്രദർ എന്നിട്ട് ഇങ്ങനെ ഒരു കൺക്ലൂഷനുമായിട്ട് പുറത്തിറങ്ങി വന്നിരിക്കുന്നത്. അപ്പോഴും അവിടെ അദ്ദേഹം ഒരു എന്താ പറയുന്ന ഒരു പോസിബിലിറ്റി ഓഫ് സെക്കൻഡ് തിങ്കിങ് വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറം എന്തെങ്കിലും എവിഡൻസ് കിട്ടുകയാണെങ്കിൽ ആ സമയത്ത് ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതുവരത്തേക്ക് ദിസ് ഈസ് മൈ കൺക്ലൂഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കൺക്ലൂഷൻ തന്നെയാണ് ഞങ്ങൾ നാളുകളായിട്ട് ഈ പ്രശ്നം വന്നപ്പോൾ തൊട്ടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാജാ ബ്രദർ ആ പറഞ്ഞതിൽ നിന്ന് ഞങ്ങളോട് ചേരെയാണ് ഇപ്പോൾ രാജാ ബ്രദർ നിൽക്കുന്നത്. ഇത് അജിയുടെ ക്യാമ്പിലുള്ളവർക്ക് വളരെ വിഷമം ഉണ്ടാക്കും. അജിയുടെ ക്യാമ്പിൽ ഫ്യൂൽ ഒഴിച്ച് അജിനെ കൊണ്ട് വീണ്ടും വീണ്ടും സംസാരിപ്പിക്കാൻ ബാക്ക് ചാനൽ കൊടുത്തുകൊണ്ടിരിക്കുന്നവർ രാജാ ബ്രദർ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ വിഷയത്തിൽ അജി ബ്രദർ കഴിഞ്ഞ ഒരു റൂമിൽ ഈ ആർഗ്യുമെന്റ് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം വാരിയർ ബ്രദർ എടുത്ത 2ാമത്തെ റൂം, ആ റൂമിൽ ഇതിന്റെ അറബിക് ലെറ്റേഴ്സിന്റെ, ഇപ്പൊ ഇന്ന് രാജാ ബ്രദർ പറഞ്ഞ കാര്യം, അറബിക് ലെറ്റേഴ്സിന്റെ സവിശേഷത, അതിന്റെ റൈറ്റിംഗ് ശൈലി, അത് എവിഡൻസ് ആണെന്നും പറഞ്ഞ് അജി കൊണ്ടുവന്ന 2 കാര്യങ്ങളിലും അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹ് എന്ന് വായിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള കൃത്യമായ ഒബ്സർവേഷൻ ഏതൊരു കണ്ണ് കാണാവുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ അത് അവതരിപ്പിച്ചതോടുകൂടെ അജി ആകെ അന്താളിപ്പിലായി. അതിന് ആൻസർ ചെയ്യാൻ അജിക്കില്ല. അജിയുടെ എവിഡൻസസ് എന്ന് പറഞ്ഞു കൊണ്ടുവന്ന വാറോലകളെല്ലാം പിച്ചു ചീന്തപ്പെട്ടതോടുകൂടെ അജി നേരെ പിന്നെ ഈ വിഷയത്തിലുള്ള ചർച്ച അവസാനിപ്പിച്ച് പിന്നീട് നമ്മൾ കാണുന്നത് TF-നെ തിരുത്തുകയാണ് അജിയുടെ ലക്ഷ്യമെന്നുള്ള നിലയിലേക്കാണ് അജി വന്നത്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ റൂമിൽ ഞാൻ സംസാരിച്ചിരുന്നു.
ആ ലെവൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അജി കയറിയിരിക്കുന്നത് TF-നെ തിരുത്തി കഴിഞ്ഞാൽ TF തിരുത്തപ്പെടാൻ ആവശ്യമുള്ള കാര്യങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ വിമർശനമെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ നിലയിലൊരു മാറ്റം ഞങ്ങളുടെ മുന്നോട്ടുള്ള സഞ്ചാരത്തിൽ ഞങ്ങൾക്ക് ആവശ്യമാണെന്നും അത് ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യമാണെന്നും അത് ഞങ്ങളുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്നുള്ള തലത്തിൽ ഞങ്ങൾ കാണുന്ന ഇക്കാര്യത്തിന് അത് കൂടുതൽ ഉത്തേജനം നൽകുമെങ്കിൽ അത്തരം മാറ്റങ്ങൾക്ക് ഞങ്ങൾ തയ്യാറാണ്. അത്തരം മാറ്റങ്ങൾ പലതും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ ഞങ്ങളുടെ അപ്രോച്ചിൽ അത്തരം മാറ്റങ്ങൾ ഞങ്ങൾ പലപ്പോഴും വരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അജി ആരോപിക്കുന്ന കാര്യം അങ്ങനെ ഒരു മാറ്റം ആവശ്യമാണെന്ന് അജി ഞങ്ങളുടെ മേൽ ആരോപിക്കുമ്പോൾ അതിന് അജി കണ്ടെത്തിയിരിക്കുന്നത് തിരുവെഴുത്തിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിരുവെഴുത്തിനെ തെറ്റായി മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുക. അതിന് ബൈബിൾ ഉപയോഗിക്കുന്ന പദം തിരുവെഴുത്തുകളെ കോട്ടിക്കളയുക എന്നാണ്. അല്ലെങ്കിൽ അഡൾട്ടർ ചെയ്യുക, മറ്റൊന്നിലേക്ക് മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ അജി എന്ന് പറയുന്ന മനുഷ്യൻ ബൈബിളിന്റെ വചനങ്ങൾ കോട്ട് ചെയ്തിട്ട് അവിടെയെങ്ങും അപ്പോസ്തലന്മാരോ ഇതുവരെയുള്ള ക്രൈസ്തവ സമൂഹമോ ഒരിക്കൽ പോലും ആരോപിക്കാത്ത കാര്യം ആരോപിച്ചതിന് ശേഷം അവിടെ അങ്ങനെ പറയുന്നുണ്ട് എന്ന് അജിയുടെ കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് TF ഇങ്ങനെയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വാദമുണ്ടോ, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയലോഗിന് സാധ്യതയില്ല, നിങ്ങൾ ചെയ്യുന്ന ഈ രീതിയാണ്, ഈ രീതിയിൽ പോയാൽ ഡയലോഗിനുള്ള സാധ്യതയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം കോട്ട് ചെയ്ത ഒരു റെഫറൻസ്, അതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ച ആർഗ്യുമെന്റ്, ആ ആർഗ്യുമെന്റിന്റെ പോസിബിലിറ്റി, അതിൽ അദ്ദേഹം കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങള്, അദ്ദേഹം ക്രൈസ്തവ വേദ പഠന രീതികളോട് കാണിച്ചിരിക്കുന്ന വ്യഭിചാരം, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മളൊന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ അത് ചൂണ്ടിക്കാണിച്ചു കഴിയുമ്പോൾ ഇന്നത്തെ റൂമിന്റെ ഹെഡിങ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും. അജിക്ക് റെവലേഷൻ എന്താണെന്നും ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നും അറിയില്ല. അജി വളരെ വീര്യത്തോടുകൂടെ എന്താ പറയുക, ഞാൻ എന്റെ വ്യാഖ്യാന പ്രകാരം, എന്റെ പഠനം അനുസരിച്ച്, എന്റെ രീതി അനുസരിച്ച്, എന്റെ മനസ്സിലാക്കലനുസരിച്ച് എന്നെല്ലാം അജി പലപ്പോഴും പറയുന്നേക്കാം. ഞാനൊരു ബ്രദറുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ അത് വായിക്കണം എന്നൊക്കെ പറഞ്ഞ് അജി പറയുന്നുണ്ട്. വാസ്തവത്തിൽ അജിയുടെ ഈ രീതി അത് ബിബ്ലിക്കലാണ്, ബൈബിളിനോട് നീതി പുലർത്തുന്നതാണോ എന്നുള്ളത് നമുക്ക് ഈ വോയിസ് കേട്ടതിന് ശേഷം വോയിസ് കേൾപ്പിക്കുന്നുണ്ട്. വോയിസ് കേൾപ്പിച്ചതിന് ശേഷം അതിൽ അജി മുന്നോട്ട് വെക്കുന്ന വാദത്തെ, അതിന്റെ നിജസ്ഥിതിയെ നമുക്കൊന്ന് പരിശോധിക്കാം. അജിയുടെ കള്ളത്തരവും കൂടെ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. സഹോദരന്മാർ ആരെങ്കിലും ആ വോയിസ് ഒന്ന് കേൾപ്പിക്കുമോ? ഒരു വാക്യം വെച്ചുകൊണ്ട് ഞാൻ ഉസ്മാനോടെയാണ് സംസാരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, എനിക്ക് കാര്യം മനസ്സിലായി. ഉസ്മാന്റെ വ്യാഖ്യാനമാണ്, ഞാനും അത് അംഗീകരിക്കുന്ന ആളാണ്. വ്യാഖ്യാനം തെറ്റാണെന്നാണോ തെറ്റാണോ ശരിയാണോ? നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഞാൻ പറയാന്നേ, നിങ്ങൾ എന്റെ വായി കയറി സംസാരിക്കില്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യുക, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഉസ്മാന്റെ വ്യാഖ്യാനമാണ്. ഈ ഉസ്മാന്റെ വ്യാഖ്യാനത്തോട് ഞാനൊരു നല്ല ശതമാനം യോജിക്കുന്നയാളാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാ യഹൂദന്മാരും എന്നോ അല്ല പറഞ്ഞേക്കുന്നത്, യഹൂദന്മാർ ആസ് എ നേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ഗതികേടാണ്. അല്ലെ, അങ്ങനെ ഗതികേട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും, അങ്ങനെ വന്നേ പറ്റൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്രിപ്ചറിനെ വ്യാഖ്യാനിക്കുന്നത്? രീതി ഞാൻ എന്റെ ഒരു ദൈവശാസ്ത്ര വ്യാഖ്യാനം പറയാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സ്ക്രിപ്ചർ കൊണ്ട് വ്യാഖ്യാനിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കണം? അപ്പൊ നമ്മൾ റോമാലേഖനത്തോട്ട് പോകും. റോമാലേഖനം 8, 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദനെ പറ്റി പൗലോസിന്റെ കാഴ്ചപ്പാട് സിസ്റ്റമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്. ഈ യഹൂദന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ സമ്മതിക്കും. അത്ര സ്നേഹമുള്ള ഒരാളാണ്, താൻ തന്നെ യഹൂദനാണ്. മനസ്സിലായോ? അപ്പൊ ഈ ആസ് എ നേഷൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊരു തിയോളജിക്കൽ വ്യാഖ്യാനമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് അറിയാം. അപ്പൊ നമ്മള് ഒരു ഖുറാൻ ടെക്സ്റ്റോ ബിബ്ലിക്കൽ ടെക്സ്റ്റോ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താണ് നമ്മളുടെ അതിന്റെ വ്യാഖ്യാനം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കതൊരു ബാലൻസ്ഡ് ആയിട്ട് വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹൂദനെ പറ്റി നിങ്ങളെ ഈ മുഹമ്മദ് ക്രിസ്ത്യാനിയെ പറ്റി പറഞ്ഞിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു അത് തന്നെ. ബിജുവാറ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? എക്കോ അടിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, അത് ആ സ്പീഡ് കുറച്ച് ഉള്ള ആ വോയിസ് ആണോ കേൾപ്പിക്കുന്നത്? ആ ക്ലിപ്പാണോ കേൾപ്പിക്കുന്നത്? അതെ.
ബൈബിള് പറയുന്നുണ്ട്. ഇല്ല, ഒരുപക്ഷെ ഇടയ്ക്ക് കേരള ഉസ്മാനെ, ഞാൻ വ്യാഖ്യാനിച്ചതേ ഇല്ല, ഞാൻ വായിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ വ്യാഖ്യാനത്തോട് ഞാനും ചേർന്ന് നിൽക്കുന്നു. ഞാൻ ബൈബിളിനെ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അല്ലാത്ത ഒരാൾക്ക് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം എടുത്തിട്ട് കണ്ടോ യഹൂദന്മാരെ പറ്റി നിങ്ങളുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ, ഇല്ല സഹോദര, റോമാലേഖനത്തില് പൗലോസിന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇത് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ യഹൂദന്മാരെ പറ്റിയല്ല എന്ന് ഞാൻ വ്യാഖ്യാനിക്കും. സോ അവിടെ നിങ്ങളുടെ ഒരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ഇതുപോലെ എല്ലാ മതങ്ങൾക്കും ഒരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഡയലോഗ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു സിവിലൈസ്ഡ് ഡയലോഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വന്നു, കണ്ടോ അത് എല്ലാ യഹൂദന്മാരെ പറ്റി അല്ല. അത് എനിക്ക് പറയാം, ഞാനൊരു പ്രധാനക്കാരനാണ്. വേറെ ആരും അടിക്കാറില്ലേ? അത് എല്ലാ യഹൂദന്മാരെ പറ്റി അല്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് വേറൊരു മതക്കാരന് അറിയില്ല. അത് പഠിപ്പിക്കേണ്ടത് ആരാണ്? ഞാനാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹോദര, രാവിലെയും വൈകുന്നേരം 17 പ്രാവശ്യം പറയണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് അതിനൊരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ക്രിസ്ത്യാനിക്ക് സകല അതായത് നിങ്ങള് ഇസ്ലാമിനെ പറ്റി പറയുന്ന വ്യാഖ്യാനത്തെ ഒരു ക്രിസ്ത്യാനിയല്ലേ, ഞാനല്ലേ നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യുന്നേ. അതായത് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് യഹൂദൻ ഇങ്ങനെയുള്ളവരാണെന്ന്. അതിന്റെ അർത്ഥം യഹൂദന്മാരെ ഇന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെ കാണണമെന്നാണോ? അല്ല. നമുക്ക് അതിനൊരു വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞ വരി അവർക്കും ഉണ്ടാകാം. ഇത് തമ്മിൽ രണ്ടുപേരും ഇത് മാത്രമേ ചോദിച്ചേ. കഴിഞ്ഞോ? താങ്ക് യു. ഈ വോയിസ് നമുക്ക് ഈ വോയിസിലൂടെ നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് ഒരേ പ്രാവശ്യം കൊണ്ട് അത് കേൾപ്പിച്ച് അതിന് മറുപടി പറഞ്ഞാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ആരെങ്കിലും അത് പിന്നീട് എന്നെ ആ കാര്യത്തിൽ സഹായിക്കണം. അവിടെ സംസാരിക്കാൻ ചെന്ന സഹോദരന്മാർ ആര് തന്നെ ആയിരുന്നാലും, ന്യൂക്ലിയർ ഉണ്ടായിരുന്നു, മറ്റാരൊക്കെയോ ഉണ്ടായിരുന്നു അതിനകത്ത്. ആ സഹോദരന്മാര് അജി പറഞ്ഞ വാദത്തെ കൃത്യമായിട്ട് ഖണ്ഡനം ചെയ്യുവാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷെ അജി അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അജി അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ അജി എല്ലാ റൂമിലും ചെയ്യുന്ന സ്ഥിരം പരിപാടി അവിടെ അജി എടുക്കുകയാണ്. എതിർഭാഗം പറയുന്ന ആളെ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് അജി പറഞ്ഞ കാര്യത്തെ ഖണ്ഡനം ചെയ്ത് സംസാരിക്കാൻ അനുവദിക്കാതെ അതിനിടയ്ക്ക് ഇടയ്ക്കൂടെ കയറി മിണ്ടരുത്, ഇനി അതിനിടയ്ക്ക് മറ്റൊരാൾ പറഞ്ഞ് എടുക്കരുത്, ഞാനാണ് സംസാരിക്കുന്നത്, നിങ്ങൾ ഞാനും തമ്മിലല്ല ഇന്നയാളുമായിട്ടാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എടുക്കരുത്, മൈക്ക് എടുത്ത് താഴെ ഇടും. ഇങ്ങനെ പറഞ്ഞ് അവിടെ സംസാരിക്കുവാൻ വേണ്ടി നിൽക്കുന്ന 2 സഹോദരന്മാരെയും ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കാതെയാണ് ഇപ്പൊ നമ്മളൊരു 7 മിനിറ്റോ കൂടുതലാണ് ഇപ്പൊ നമ്മൾ കേട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും സമയം അജി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി. അവർ ഓരോ സെന്റൻസ് പറയാൻ ശ്രമിക്കുമ്പോൾ അജി അവരെ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. എന്നിട്ട് അജി പറയുന്ന വാചകം കേട്ടോ, എങ്ങനെയാണ് ഡയലോഗ് നടത്തേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. നല്ല ടീച്ചറല്ലേ? എങ്ങനെയാണ് ഡയലോഗ് നടത്തേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെ? എതിർഭാഗം സംസാരിക്കാൻ വരുന്നവനോട് എന്നാ ബ്രദറെ നിങ്ങൾ പറയാനുള്ള പറ, അതിനുശേഷം ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി പറയാം എന്ന് പറയേണ്ടതിന് പകരം അജിക്ക് പറയാനുള്ളത് ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറഞ്ഞു തീർക്കുന്നു. അതിനിടയിൽ എതിരഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അജി അത് മറ്റൊരു നിലയിൽ ആക്കുമെന്ന് തോന്നുന്നത് കൊണ്ട് ആ സഹോദരന്മാരിടയിൽ സംസാരിക്കാൻ കയറുമ്പോൾ അജിക്ക് ഉത്തരം മുട്ടും, അല്ലെങ്കിൽ ഉത്തരം പറയാൻ പറ്റാത്ത ഗതികേട് വരുമെന്ന് അറിയാവുന്ന അജി അവരെ സംസാരിക്കാൻ അനുവദിക്കാതെ പിന്നെയും അജി സംസാരിക്കുന്നതാണ് ആ വോയിസിൽ നിങ്ങൾ കേട്ടത്. അത് ശ്രദ്ധയോടുകൂടെ കേട്ട എല്ലാവർക്കും അറിയാം. ഇതിന് മറുപടി പറയാൻ വരുന്ന മറ്റ് അജിയുടെ ശിൽബന്ധികൾ, അജിയുടെ തൽപര കക്ഷികൾ, അജിയുടെ റൂമിൽ ചെന്ന് പച്ചക്കുത്തില്ലാതെയും അജി ഭയങ്കര ഹീറോ ആണ്, ഭയങ്കര സംഭവമാണ്, അജി പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അജിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണ്, ഈ 9 മണിക്കൂറിന്റെ റൂം പോയി കേട്ടേച്ചു വന്ന് സംസാരിക്കൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 9 മണിക്കൂർ കേൾക്കാനുള്ള ഭ്രാന്ത് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്താണോ അജി പറഞ്ഞിരിക്കുന്നത് ആ കാര്യം, ആ വോയിസിൽ നിന്ന് ഉള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി അതിന്റെ ബോധ്യതയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഓക്കെ. മറ്റേ ഉള്ളിടത്ത് പിന്നെ അജി എല്ലാവരും സംസാരിക്കാൻ അനുവദിച്ചു എന്ന് പറയുന്നത് അജി പോയി കിടന്ന് ഉറങ്ങിയ സമയത്ത് അവിടെ വന്ന് കുറെ പേര് അതും ഇതും പറഞ്ഞു. അതല്ല ഇവിടുത്തെ വിഷയം. അജി എന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ വിഷയം. അജി പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ കേസാ. അത് അല്ല ഞങ്ങൾ ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ ആ ഭാഗത്ത് കേട്ടതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, അവിടെ ചെന്ന് സംസാരിച്ച സഹോദരന്മാർക്ക് അത് കൃത്യമായിട്ട് തന്നെ ആൻസർ കൊടുക്കാൻ കഴിവുള്ളവർ തന്നെ ആയിരുന്നിരിക്കാം. അവരത് ആൻസർ കൊടുത്തില്ല എന്നുള്ളത് കൊണ്ടോ അവർക്കത് കൊടുക്കാൻ കഴിവില്ലായിരുന്നു എന്നുള്ളത് കൊണ്ടോ അല്ല ഞങ്ങൾ ഈ റൂം ഇട്ടിരിക്കുന്നത്. പിന്നെയോ അവിടെ അജി അവരെ പറയാൻ അനുവദിക്കാത്തത് കൊണ്ട്
ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഈ റൂമിട്ട് അജി പരത്താൻ ശ്രമിക്കുന്ന തെറ്റിദ്ധാരണയെ എക്സ്പോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അജിയുടെ റൂം സ്വതന്ത്രമായ ഡയലോഗിനും സംസാരത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളും കാര്യങ്ങളുമായി അജിയുടെ കൈക്കാരന്മാർ ആരെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലേക്ക് വെച്ചാൽ മതി. അവിടെ സംസാരിക്കാൻ ചെന്ന ആർക്കും ഇതുവരെ ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കാനുള്ള പൂർണ്ണ അനുമതി അജിയുടെ പക്ഷത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അജി ബഹളം ഉണ്ടാക്കിയവരെ താഴെയിടും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ പോർഷൻ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ഞാൻ ഓരോ ഭാഗം കേൾപ്പിച്ച് ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ അജി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യം, അതായത് അജി പറയാൻ ശ്രമിക്കുന്ന കാര്യം ഞാൻ ഒരു 2-3 സെന്റൻസിൽ പറയാം. അതായത് ഇസ്ലാമുമായിട്ട് TF പോലെയുള്ള കൂട്ടായ്മകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഗ്രസീവ് ആയിട്ടുള്ള ആക്രമണ ശൈലിയിലുള്ള രീതി, കഴിഞ്ഞ റൂമിൽ ഞാൻ പറഞ്ഞിരുന്നു, അജി പറഞ്ഞത് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, ഇസ്ലാമിന്റെ കുറ്റം കണ്ടുപിടിച്ച് പറയുന്നു. എവിടുന്ന് കുറ്റം കണ്ടുപിടിക്കുന്നു? അവരുടെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന്. ആ പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് കുറ്റം കണ്ടുപിടിച്ച് നിങ്ങൾ പറയരുത്, മറിച്ച് അവിടെ നന്മയുണ്ടെന്നാണ് അജി പറയുന്നത്. ആ നന്മ എന്താണെന്ന് ഇവിടെ വന്ന് പറയാൻ അജിയുടെ കൂട്ടാളികളോടും സിൽബന്ദികളോടും ഇതുവരെ പറഞ്ഞിട്ട് അവരിവിടെ വന്ന് പറഞ്ഞിട്ടില്ല ആ നന്മ എന്താണെന്ന്. ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ല. ഇല്ലാത്ത നന്മ അവിടെ ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് നുണ പറഞ്ഞ് ആത്മവഞ്ചന നടത്തി സംസാരിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അത് അജിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ അജി ചെയ്തു കൊള്ളുക. ഇനി അല്ല, റിയൽ ആയിട്ട് അവിടെ നന്മയുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ വലിയ ഉപകാരം. കഴിഞ്ഞ റൂമിനുള്ള ആൻസറും ആകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഡയലോഗ് ആകത്തുള്ളൂ എന്ന കാര്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അജി ഇവിടെ ഈ നമ്മൾ കേട്ട ക്ലിപ്പിനകത്ത് ഒരു എക്സാമ്പിൾ പറയുന്നത്. ആ എക്സാമ്പിൾ എങ്ങനെയാ പോകുന്നത്? ആ എക്സാമ്പിൾ മുന്നോട്ട് അജി വെച്ചിരിക്കുന്ന രീതി, ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിൽ, നിങ്ങളുടെ പുസ്തകത്തിൽ, അപ്പൊ അജി അതിൽ പെടുന്ന ആളല്ല എന്ന് അജി പറയുന്നത്. അജിക്ക് അതിനകത്തൊരു ബന്ധമില്ല കേട്ടോ. ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ, നിങ്ങളുടെ പുസ്തകത്തിൽ, പിന്നീട് ഇതിന്റെ ബാക്കി കേട്ടാൽ അറിയാം, ഭയങ്കരമായിട്ട് ന്യൂക്ലിയറിനെ ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ വായിക്കണം, നിങ്ങളത് വായിച്ചിട്ടില്ല, നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെയുണ്ട്, നിങ്ങളുടെ ബൈബിളിൽ ഇങ്ങനെയുണ്ട്, ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞാൽ അജി അവിടെ നിന്ന് ആർഗ്യൂ ചെയ്യുന്നത് ഒരു നിരീശ്വരവാദിയുടെ പ്രിസെപ്ഷനിൽ നിന്നിട്ടാണ്, സ്റ്റാൻഡിൽ നിന്നിട്ടാണ്, ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് അജി ഈ കാര്യം പറയുന്നത്. അജി ആ സമയത്ത് ക്രിസ്ത്യാനി അല്ലാതെ പറയുന്ന സമയത്ത്, അതായത് ക്രിസ്ത്യാനി സ്വന്തം പ്രമാണത്തെയും പുസ്തകത്തെയും ഏതെങ്കിലും വിധത്തിൽ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നാൽ ആ ഡിഫെൻഡ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ള അജി ക്രിസ്ത്യാനികളുടെ പുസ്തകത്തെ ആക്രമിക്കുമ്പോൾ അജി എടുക്കുന്ന സ്റ്റാൻഡ് നിരീശ്വരവാദിയുടെ സ്റ്റാൻഡാണ്. നിരീശ്വരവാദിയുടെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അജി വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിനെ. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇതെങ്ങനെ സാധിക്കുന്നു? നിരീശ്വരവാദിയുടെ സ്റ്റാൻഡ് എടുക്കേണ്ടി വരുന്നു. ഇവിടെ ഒരു സംഘം യമുക്കൾ എന്ന പേരിൽ നടക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട്. അവരിതാ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ വെളുപ്പിക്കാൻ പബ്ലിക്കായിട്ട് ഇസ്ലാമിക പുസ്തകങ്ങളിൽ നിന്നോ ഹദീസുകളിൽ നിന്നോ പ്രമാണങ്ങളിൽ നിന്നോ പറഞ്ഞ് വെളുപ്പിക്കാൻ പറ്റില്ല എന്ന് ഉത്തമ ബോധ്യം വന്ന നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും നിരീശ്വരവാദികളുടെ പേരിലും രീതികളിലുമാണ് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വന്നിട്ട് ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ ഹിന്ദുക്കളെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ കാണും ആത്മാർത്ഥമായിട്ട് ഇസ്ലാമിനോട് ടാറ്റ പറഞ്ഞിട്ട് നിരീശ്വരവാദികളായി ജീവിക്കുന്നവര്. എന്നാൽ ഈ ഇരട്ടത്താപ്പ് എടുക്കുന്ന വലിയൊരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിന്റെ സ്റ്റാൻഡാണ് അജി ഇവിടെ എടുത്തത്. അതിന്റെ കാരണം ഒരുപക്ഷെ അജിയെ സഹായിക്കാൻ വന്നവർ എമുക്കളിൽ ചിലരാ. അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അപ്പൊ എമുക്കള് അജിയുടെ റൂമിൽ കയറി അജീനെ സഹായിച്ചത് കൊണ്ട് അജി ആ നിമിഷം കൊണ്ട്, പണ്ട് അജി വന്ന കാലത്ത് നിരീശ്വരവാദികളുടെ റൂമിലായിരുന്നു സ്ഥിരമായിട്ട്, അവരെ കേട്ട് അവരുടെ ആർഗ്യുമെന്റ് മനസ്സിലാക്കി അവരോട് സംസാരിക്കാനാ പോയെന്നാ പറഞ്ഞത്. ഓക്കെ, നല്ല കാര്യം. അങ്ങനെ ഇരുന്ന അജിക്ക് ഇവിടെ ഈ സമയം വന്നപ്പോൾ അജിക്ക് നിരീശ്വരവാദിയുടെ സ്റ്റാൻഡ്, എമുക്കളുടെ സ്റ്റാൻഡ് എടുത്തിട്ടാണ് അജി ബൈബിളിനെ ആക്രമിക്കുന്നത്. എങ്ങനെയാണ് അജി ബൈബിളിനെ ആക്രമിക്കുന്നതെന്ന് ഞാൻ ഈ വോയിസ് കേൾപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാനത് പറയുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, അജി ഇവിടെ ഈ നിരീശ്വരവാദിയുടെ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് സ്ഥാപിക്കുന്ന കാര്യം എന്താണ്? ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പം വ്യാഖ്യാനപരമായി മാത്രമേ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഇസ്ലാമുകളുടെ ഗ്രന്ഥത്തിലും കുഴപ്പങ്ങൾ കാണും. അതിന് അവരുടെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കും. അപ്പൊ ഈ വ്യാഖ്യാനത്തെ തങ്ങളിൽ അന്യോന്യം ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ഡയലോഗ് ഉണ്ടാകുന്നത്. അതിനു പകരം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ നിങ്ങൾ വിമർശിക്കരുത്. ഇതാണ് അജി മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്.
എന്തിനു വേണ്ടി? ഇസ്ലാമിൽ നന്മയുണ്ടെന്ന് സ്ഥാപിക്കാൻ. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ അജി കണ്ടെത്തിയ എന്തോ വലിയ നന്മയുണ്ടെന്ന് സ്ഥാപിക്കുവാൻ അജി ശ്രമിക്കുന്നത് അവരുടെ വ്യാഖ്യാനങ്ങളെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയെയും ആക്രമിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അജി ബൈബിളിന്റെ പ്രാമാണിക രേഖകളെ അജി ആക്രമിക്കുന്നത്. ഇനി ഈ പ്രാമാണിക രേഖകളെ അജി ആക്രമിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ അജി പറയുന്നത് അയ്യോ എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു, എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് അപ്പൊ കരച്ചിൽ തുടങ്ങും അപ്പുറത്തിരുന്ന്. നാളെ റൂം ഇട്ട് മൊത്തം കരയുമായിരിക്കും. അജി അങ്ങനെ ചെയ്തിട്ടില്ല, അജി ഭയങ്കര വിശ്വാസിയാണ്, അജി ഒരിക്കലും ബൈബിളിനെ ആക്രമിച്ചിട്ടില്ല എന്ന് പറയാൻ വരുന്നവർ മനസ്സിലാക്കിക്കൊള്ളുക, ജെയ്മോൻ ജെ ജോയ് എന്ന് പറയുന്ന സുഹൃത്ത് നാളുകളോളം TFന്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയും പിന്നീട് കത്തോലിക്ക പ്രശ്നത്തിൽ പിന്നാമ്പുറത്തൂടെ ജെയ്മോൻ പിന്നിൽ നിന്ന് കുത്തിയതിനു ശേഷം ജെയ്മോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ജെയ്മോനെ ഞങ്ങൾക്ക് പുറത്തേക്ക് പറഞ്ഞു വിടേണ്ടുന്ന ഗതികേട് ഞങ്ങൾക്ക് വന്നപ്പോൾ അന്ന് ജെയ്മോൻ എടുത്ത സ്ട്രാറ്റജി ഇതായിരുന്നു. ഇതേ സ്ട്രാറ്റജി എന്തായിരുന്നു? ഇവിടെയുള്ള അനബാപ്റ്റിസ്റ്റുകളുടെ നിലപാടുകളോട് ജെയ്മോൻ എതിർപ്പുള്ളത് കൊണ്ട് ആ എതിർപ്പ് ബൈബിളിലെ പ്രമാണങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് ജെയ്മോൻ മുന്നോട്ട് വെച്ചത്. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ അതെങ്ങനെ ശരിയാക്കി പറയും? അങ്ങനെയാണ്, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നീ ഇതിനെങ്ങനെ ആൻസർ പറയും? പറയടാ എന്നും പറഞ്ഞാലാണ് ജെയ്മോന്റെ വെപ്രാളം. ദ സെയിം ക്ലച്ചസിലാണ്, ആ ചെളിക്കുണ്ടിലാണ് അജിയും പോയി വീണിരിക്കുന്നത്. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് വ്യാഖ്യാനം കൂടാതെ അത് ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അതേ വായുകൊണ്ട് തന്നെ അജി പറയാണ്, ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല, ആ ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുള്ളതാണ്, ഞാൻ വ്യാഖ്യാനിച്ചിട്ടില്ല. എന്നിട്ട് അജി പറയാണ്, നിങ്ങൾക്കിത് വ്യാഖ്യാനിച്ചല്ലെങ്കിലേ പറ്റുകയുള്ളൂ. ഇവിടെ നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണേ. അപ്പൊ ഇപ്പോൾ നിങ്ങൾ കേട്ട വോയിസിന്റെ ഒരു ഒരു നിങ്ങൾക്കൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഞാനൊരു അതിന്റെ ഒരു വിഹക വീക്ഷണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വോയിസ് തുടർമാനമായിട്ട് ഒന്ന് കേൾക്കാം. അപ്പൊ ഞാൻ അതിന്റെ കൂടത്തിൽ പറഞ്ഞു അപ്പോഴത് കുറച്ചും കൂടെ റൂം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാകും. അജീഷ് ബ്രദറെ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്ത് പോണേ. പറഞ്ഞുതരാമോ? എനിക്കൊന്ന് ക്ലിയർ ആക്കി തരാമോ? അവിടെ അങ്ങനെ ഒരു വാക്യം വെച്ചുകൊണ്ട് നമ്മൾ ഞാൻ താഴെ ഇടേണ്ടി വരും. ഞാൻ ഉസ്മാനോടെയാണ് സംസാരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, എനിക്ക് കാര്യം മനസ്സിലായി. ഉസ്മാന്റെ വ്യാഖ്യാനമാണ്, ഞാനും അത് അംഗീകരിക്കുന്ന ആളാണ് കേട്ടോ. ഉസ്മാനെ, നിങ്ങൾ ഈ തെറ്റാണോ ശരിയാണോ? നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഞാൻ പറയാതെ നിങ്ങൾ എന്റെ വായി കയറി സംസാരിക്കില്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യുക, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഉസ്മാന്റെ വ്യാഖ്യാനമാണ്. ഈ ഉസ്മാന്റെ വ്യാഖ്യാനത്തോടെ ഞാൻ ഒരു നല്ല ശതമാനം യോജിക്കുന്നയാളാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷനാണ്. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാ യഹൂദന്മാരും എന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാർ ആസ് എ നേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തേ. അജി പറയുന്നത്, നിങ്ങൾ ആ സ്ക്രിപ്ചർ വായിക്കുമ്പോൾ അവിടെ എല്ലാ യഹൂദന്മാരും എന്നാണ് എഴുതിയിരിക്കുന്നത്, യഹൂദന്മാർ ആസ് എ നേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സ്ക്രിപ്ചർ പോർഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സ്ക്രിപ്ചർ പോർഷൻ അതിന് മുൻപ് അവിടെ ഇങ്ങനെയല്ലേ എന്ന് ആ സഹോദരൻ ചോദിക്കുന്നുണ്ട്. ആ സ്ക്രിപ്ചർ പോർഷൻ പിന്നീട് അജി ഈ വോയിസിന്റെ താഴെ പറയുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലെ പോർഷനാണ് അജി കോട്ട് ചെയ്യുന്നത്. നമുക്ക് ആ പോർഷൻ ഒന്ന് വായിക്കാം. വായിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴും അജീഷ് ബ്രദർ കേൾപ്പിച്ച ഭാഗം ഒരിക്കലും കൂടെ കേൾപ്പിക്കണം. ആരെങ്കിലും സഹോദരന്മാരെ തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളൊന്ന് വായിക്കാമോ? അജി പറഞ്ഞതുപോലെയാണോ അവിടെ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാ. പുള്ളി വ്യാഖ്യാനിച്ചില്ല കേട്ടോ, പുള്ളി കൂട്ടി ചേർക്കാ ചെയ്തത്. നമുക്കത് വായിച്ചു നോക്കാം. ആരെങ്കിലും ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്ക 2-ാം അധ്യായത്തിന്റെ 15-16. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും ആകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു, എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. ഇവിടെ എവിടെയാണ് അജി പറഞ്ഞ പോലെ ഉള്ളത്? അജി എന്താ പറഞ്ഞത്?
അവിടെ എല്ലാ യഹൂദന്മാരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അജി പറഞ്ഞു അല്ലേ? അവിടെ ആസ് എ നേഷൻ ആണ് അവിടെ എല്ലാ യഹൂദന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് എന്നുമാണ് അജി പറഞ്ഞത്. ആ വോയിസ് ഒന്നുകൂടെ കേൾപ്പിച്ച അജീഷ് ബ്രദറെ. മ്യൂട്ട് ചെയ്യാം. ഞാൻ പറയാതെ നിങ്ങൾ എന്റെ വായി കയറി സംസാരിക്കില്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ മ്യൂട്ട് ചെയ്യുക, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് ഉസ്മാന്റെ വ്യാഖ്യാനമാണ്. ഈ ഉസ്മാന്റെ വ്യാഖ്യാനത്തോട് ഞാൻ ഒരു നല്ല ശതമാനം യോജിക്കുന്നയാളാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാ യഹൂദന്മാരും എന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർ ആസ് എ നേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട ഗതികേടാണ്. അല്ലെ അങ്ങനെ ഗതികേട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും, അങ്ങനെ വന്നേ പറ്റൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു നിർത്ത് ഇനിയും ആദ്യം മുതൽ വെക്കരുത്, ലാസ്റ്റ് വാങ്ങിച്ചാൽ മതി. അതായത് അവിടെ അജി പറയാണ് അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദന്മാർ ആസ് എ നേഷൻ എന്നാണെന്ന്. യഹൂദന്മാർ ഒരു ജാതി എന്നുള്ള നിലയിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന അജി പറഞ്ഞത്. നിങ്ങൾ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെ ഒരു വേർഡ് കാണുന്നുണ്ടോ? നിങ്ങൾ വായിച്ച പോർഷനിൽ യഹൂദന്മാർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ അജി പറയുന്നു അങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ മറ്റേ സഹോദരൻ പറഞ്ഞ എന്താണ്? അത് യഹൂദ ജാതിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹൂദ ജാതിയുടെ ടോട്ടലി അവരുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ മുഴുവൻ ചുരുക്കി അവിടെ പറഞ്ഞിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അജി പറയുകയാണ് അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് യഹൂദ ജാതിയെ കുറിച്ചാണെന്ന്. ഇതിൽ ആര് പറഞ്ഞാണ് ശരി? എഴുതാത്ത കാര്യം അവിടെ എഴുതിയിട്ടുണ്ടെന്ന് പറയുന്നതാണോ, എഴുതിയ കാര്യത്തിന് ഇങ്ങനെയാണ് അവിടുത്തെ മീനിങ് എന്ന് പറയുന്നതാണോ ശരി? ഇതാണ് അജിയുടെ തന്ത്രം. അവിടെ സംസാരിച്ച സഹോദരൻ, അജിക്കെതിരെ പറയുന്ന സഹോദരൻ പറഞ്ഞത് ശരിയാണ്. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും, പ്രവാചകന്മാരെ കൊന്നവരാണ് യഹൂദന്മാരെന്നുള്ളത് യേശു പറഞ്ഞിട്ടുണ്ട്. ഇത് സ്തെഫാനോസ് പറഞ്ഞിട്ടുണ്ട്, ഇത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഇത് പുതിയ നിയമം വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. നിങ്ങൾ പ്രവാചകന്മാരെ കർത്താവ് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, കർത്താവിന്റെ ഉപമകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചരിത്രം പൗലോസ് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അങ്ങനെയാണ് ഈ നിങ്ങളുടെ ഈ യഹൂദന്മാർ അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്. ഇത് ആരോടാ പറയുന്നത്? തെസ്സലോനിക്കയിലെ വിശ്വാസികളോട്. വിജാതീയരിൽ നിന്ന് മുന്നോട്ട് വന്ന അംഗങ്ങൾ കൂടുന്ന ഒരു ചർച്ചിൽ അവരോടാണ് ഇത് പറയുന്നത്. അപ്പം അവിടെ അജിക്കെതിരെ സംസാരിച്ച സഹോദരൻ അവിടെ ആ യഹൂദ ജാതി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അജി പറയാണ് ജാതി അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആസ് എ ഹോൾ നേഷൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ തത്വത്തിൽ ഇവർ രണ്ടുപേരും പറയുന്ന ഒന്ന് തന്നെയാ. ഒരേ കാര്യം പറഞ്ഞിട്ട് അജി അവിടെ ആർഗ്യുമെന്റ് എങ്ങനെയാ തിരിക്കുന്നത്? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു, ഞാൻ എഴുതിയിരിക്കുന്നത് പറയുന്നു എന്ന്. എങ്ങനെയുണ്ട്? ഒത്തില്ലേ? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു, ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് പറയുന്നു. അജി പറഞ്ഞതുപോലെ അവിടെ എഴുതിയിട്ടില്ല. പിന്നെ എഴുതിയിരിക്കുന്ന കാര്യത്തെ ആസ് എ നേഷൻ ആണെന്ന് പറയാൻ പറ്റും. അതാണ് മറ്റേ സഹോദരന് ചെയ്തത്. ഇതാണ് ആടിനെ പട്ടിയാക്കുന്ന പരിപാടി. അപ്പൊ ഇത് വചനത്തിൽ നോക്കാതെ കൃത്യതമായി വചനം മനസ്സിലാക്കാത്ത ഒരാൾ കേൾക്കുമ്പോൾ അവർ ചിന്തിക്കും, കണ്ടോ ആ സഹോദരൻ വ്യാഖ്യാനിച്ചു, അജി അവിടെ എഴുതിയിരിക്കുന്നത് പോലെ പറഞ്ഞെന്ന് വിചാരിക്കും. പക്ഷെ അജിയും പറഞ്ഞ ആ വ്യാഖ്യാനം തന്നെ അജിയും പറഞ്ഞിട്ട് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ടെന്ന്. അവിടെ വ്യാഖ്യാനമല്ലല്ലോ അവിടെ പോർഷന്റെ കൃത്യമായ മനസ്സിലാക്കൽ അങ്ങനെയേ പറ്റത്തുള്ളൂ. മറ്റൊരു നിലയിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാ പിന്നെ അജി ചെയ്യേണ്ടത്, നിങ്ങൾ പറയുന്ന കാര്യം ഒരു പരിധി വരെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അജി പറയുന്നത് അതെന്താ പരിധി വരുത്തുന്നതിന് ആ കാര്യത്തില്? അതല്ലാതെ മറ്റൊരു മീനിങ് അവിടെ ഉണ്ടോ? ഈ 15ാമത്തെ റെഫറൻസിന് മറ്റൊരു മീനിങ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ പരിധിയാക്കുന്നതിനാ? നിങ്ങൾ പറയുന്നത് പൂർണ്ണമായി ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? അതിനല്ലാതെ ഒരു മീനിങ് അവിടെ ഉണ്ടോ? അതായത് 3 കാര്യങ്ങൾ.
യഹൂദന്മാർ കർത്താവായ യേശുവിനെ സ്വന്തം പ്രവാചകന്മാരെയും കൊന്നു എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു മീനിങ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് 100% ഞാൻ അംഗീകരിക്കുന്നു എന്നല്ലേ പറയണ്ടേ? അതിന് പകരം അവിടെ മറ്റൊരു കാര്യം ജാതി എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാണ് ഞാൻ ഒരു പരിധി വരെ അത് അംഗീകരിക്കുന്നുണ്ടെന്ന്. അപ്പൊ ഇതിനെ എന്തുകൊണ്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല? അടുത്ത രണ്ടാമത്തെ കാര്യം എന്താ അവിടെ വായിക്കുന്നത്? അല്ലെ മൂന്നാമത്തെ കാര്യമായിട്ട് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ആദ്യം പറഞ്ഞത്, ഞങ്ങളുടെ ഓടിച്ചു കളഞ്ഞവരും എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ സുവിശേഷം പറയാൻ ചെന്നപ്പോൾ യഹൂദ സിനഗോഗുകളിൽ നിന്ന് ഓടിച്ചു കളഞ്ഞവരാണ്. അതാണ് പറയുന്നത്. അതിലെന്താ തെറ്റ്? അത് 100% അംഗീകരിക്കണ്ടേ? പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഉടനീളം അതല്ലേ നമ്മൾ കാണുന്നത്. ആദ്യം സിനഗോഗിൽ സംസാരിക്കാൻ ചെല്ലുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കി, യഹൂദന്മാർ കലക്കം ഉണ്ടാക്കി, അവർ ഓടിക്കുന്നു. അപ്പം ഇത് പറഞ്ഞതിനകത്ത് എന്താ 100% അംഗീകരിക്കാൻ അജിക്ക് മടി? അജി പറയുന്നത് ഞാൻ ഭാഗികമായി അംഗീകരിക്കുന്നെന്ന്. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. അവിടെ ആ സെന്റൻസ് തീരെയല്ല കേട്ടോ, അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും, ഈ പദപ്രയോഗമാണ് അജി കൊണ്ടുവന്നിട്ട് പറയുന്നത്. ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥത്തിൽ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മോശക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അജി വ്യാഖ്യാനിക്കുന്നത്. അജിയാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും എന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഭാഗം വായിച്ചപ്പോഴേ അജിക്ക് തോന്നി, ഇത് കണ്ടോ, യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നാണ് അജി പറയുന്നത്. നിങ്ങൾ ആ ചർച്ചയുടെ ബാക്കി ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അജി തറപ്പിച്ച് പറയുകയാണ് അങ്ങനെ ശപിക്കപ്പെട്ടവരാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ ഒരു പ്രാവശ്യം പോലും അനാഥമ എന്ന വേർഡ് പൗലോസ് യഹൂദന്മാർക്കെതിരെ ഉപയോഗിച്ചായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ബൈബിൾ തുറന്നു നോക്കിയിട്ട് പറയുക, അജി പറയുന്ന വേർഷൻ പ്രകാരം ഇതെന്തിനാണ് അജി ഇത് പറയേണ്ടി വന്നത്? അജി എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇസ്ലാമിന്റെ പ്രാർത്ഥനയെ ഈ സെബാസ്റ്റ്യൻ പുന്നക്കൽ റൂമുകളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അദ്ദേഹം യൂട്യൂബിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും 10-18 പ്രാവശ്യം എല്ലാ ദിവസവും ക്രിസ്ത്യാനികളെ വഴിപിഴച്ചവരെന്നും യഹൂദന്മാരെ ശപിക്കപ്പെട്ടവരെന്നും വഴിപിഴച്ചവരെന്നും ഒക്കെ പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു എന്ന് സെബാസ്റ്റ്യൻ കൂടെ പറയുന്നു. അതിന്റെ ആവശ്യമില്ല, അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഉണ്ടാകും, അവർ നമ്മളുമായിട്ട് ഡയലോഗിന് വരില്ല. അതിന് പകരം നിങ്ങൾ അങ്ങനെ ശാപപ്രാർത്ഥന നടത്തുമ്പോഴും അതിലൊരു നന്മയുണ്ട് എന്ന് അവരോട് പറയണമെന്നാണ് അജി പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അവരങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരും ശപിക്കപ്പെട്ടവരാണ് യഹൂദന്മാരെന്ന് പറയുന്നു എന്ന് അവരുടെ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ക്രിസ്ത്യാനികളുടെ പുതിയ നിയമത്തിലും എഴുതിയിട്ടുണ്ട് എന്നാണ് അജി പറയാൻ ശ്രമിക്കുന്നത്. അതാണ് അജി പറഞ്ഞത്. നിങ്ങൾ ആ ചർച്ചയിൽ പിന്നീടുള്ള ഭാഗം കേൾക്കണം. ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥത്തിൽ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് എഴുതിയിട്ടുണ്ട് എന്നാണ് അജി പറയുന്നത് എന്ന് പറഞ്ഞ് കോട്ട് ചെയ്ത് ഈ പോർഷനിൽ എവിടെയാണ് ക്രിസ്ത്യാനികൾ, അല്ലെങ്കിൽ അവിടെ അജിക്ക് ഇതുമായിട്ട് ബന്ധമില്ല, അജി ക്രിസ്ത്യാനിയല്ല. അതുകൊണ്ടാണ് അജി നിങ്ങളെ ക്രിസ്ത്യാനികൾ നിങ്ങളുടെ ബൈബിളിൽ നിന്നാണ് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എവിടെയാണ് യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് ക്രിസ്ത്യാനിയായ പൗലോസ് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ്? ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം ആ പോർഷൻ. അവിടെ ഇല്ല. അവിടെ ഇല്ലാത്ത ഒരു കാര്യം, ഇപ്പൊ ഇല്ലാത്ത രണ്ടാമത്തെ കാര്യമാണ് അജി അവിടെ കയറ്റി പറയുന്നത്. ഒന്നാമത് അജി കയറ്റി പറഞ്ഞത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആസ് എ നേഷൻ എന്ന് ജാതി എന്നുള്ളതിൽ എഴുതിയിട്ടുണ്ട് എന്ന് അജി പറഞ്ഞു. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. പിന്നെയോ മറ്റേ സഹോദരൻ പറഞ്ഞാണ് സത്യം. ആ പോർഷൻ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 100% ശരിയാണെന്ന് കർത്താവും അപ്പോസ്തലന്മാരും കൺഫേം ചെയ്ത കാര്യമാണ് പൗലോസ് എഴുതിയിരിക്കുന്നത്. കാരണം പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുന്നത് പത്രോസിന്റെ പ്രസംഗത്തിനും സ്തെഫാനോസിന്റെ പ്രസംഗത്തിനും വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന പത്രോസിന്റെ പ്രസംഗവും സ്തെഫാനോസിന്റെ പ്രസംഗവും കർത്താവിന്റെ പ്രസംഗങ്ങളിലും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അക്ഷരം പ്രതി പൗലോസ് ആ കാര്യം തന്നെയാണ് പൗലോസ് ഇവിടെ വീണ്ടും എടുത്തു പറയുന്നത്. അത് 100% ശരിയായിരിക്കെ അപ്പൊ അജി പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് ഒരു പരിധി വരെ ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അജി പരിധി ഇടുന്നു?
കാരണം അജിക്ക് ബൈബിളിനെ ആക്രമിക്കണം. കർത്താവ് പറഞ്ഞാലും അപ്പോസ്തലന്മാർ പറഞ്ഞാലും സ്തെഫാനോസ് പറഞ്ഞാലും പൗലോസ് പറഞ്ഞാലും അജി ബൈബിളിനെ ആക്രമിക്കും. എങ്ങനെ ആക്രമിക്കും? അവിടെ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയണം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ലെന്ന്. അജി അവിടെ കൂട്ടിച്ചേർത്തത് ക്രിസ്ത്യാനികൾ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ഇളിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കമന്റ് ഇടാൻ നടക്കുന്ന ദാവാപ്രവർത്തകരായ മുസ്ലിങ്ങളോട് ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ്. അജീനെ ചുമന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ റൂമിലും മുന്നിലും വന്ന് നിങ്ങൾ ഉത്തരമില്ലാണ്ട് വട്ടം കറങ്ങേണ്ടി വരും. ഈ ചലഞ്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. എവിടെയാണ് ക്രിസ്ത്യാനികൾ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് എഴുതിയിരിക്കുന്നത്? അനാഥമ എന്ന വാക്ക് 5 പ്രാവശ്യമാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കേഴ്സ്ഡ് അല്ലെങ്കിൽ കേഴ്സ് എന്ന വേർഡ് ഈ ഉപയോഗിച്ച ഒരു സ്ഥലത്തും യഹൂദന്മാർ ആസ് എ നേഷൻ എന്നോ ആസ് എ ഹോൾ എന്നുള്ള നിലയിലോ ശപിക്കപ്പെട്ടവരെന്ന് ബൈബിൾ ഒരു സ്ഥലത്തും വിളിച്ചിട്ടില്ല. നമുക്ക് 1-2 റെഫറൻസസ് ഒന്ന് നോക്കാം. വിളിച്ചിട്ടുണ്ട് എന്ന് അജി ഇനി പറയാൻ സാധ്യതയുള്ള റെഫറൻസ്. ഈ ഇന്റഗ്രിറ്റി ഭയങ്കര കൂടുതലുള്ള ആളാണ്. 3 നേരം ഇന്റഗ്രിറ്റി കഴിക്കുന്ന ആളായതുകൊണ്ടാണ് കുഴപ്പം. അത് അല്ല സോറി, ഈ നോക്കുന്ന എല്ലായിടത്തും ഇന്റഗ്രിറ്റിയും ഓണസ്റ്റിയും അജിക്ക് കാരണം. അജിയുടെ വാ തുറന്ന ഇന്റഗ്രിറ്റിയും ഓണസ്റ്റിയും ഒന്നും അവിടുന്ന് വരത്തുമില്ല. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നാളെ ഇത് കൊണ്ടുവന്നിട്ട് ഇത് കണ്ടില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇതുപോലെ കുറെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു റൂമും കൂടെ അജി ഇടാനുള്ള സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പോർഷൻ വായിക്കുന്നത്. ഈ പോർഷൻ വെച്ചിട്ട് അജി പറയാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പോർഷന്റെ വിശദീകരണോടൊന്ന് പറഞ്ഞു പോകുന്നത്. ഗലാത്യ ലേഖനത്തിലാണ് ഈ ശപിക്കപ്പെട്ടു എന്ന വാക്ക് ശപിക്കപ്പെട്ടവർ എന്ന വാക്ക് 4 പ്രാവശ്യം കാണുന്നത് ഗലാത്യ ലേഖനത്തിലാണ്. അതില് 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പൊ ഇവിടെ വ്യക്തമായി പൗലോസ് പറയുന്നുണ്ട്, ആ അവൻ എന്ന് പറയുന്നത് യഹൂദൻ മാത്രമല്ല, യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതിന് വിരുദ്ധമായ മറ്റൊരു സുവിശേഷം പറയുന്ന ഏവനും അവനാണ് ശപിക്കപ്പെട്ടവൻ. അവൻ യഹൂദനാകണമെന്നൊരു നിർബന്ധം. നാളെ അജി പറഞ്ഞാൽ അജി ശപിക്കപ്പെട്ടവനാ. അപ്പൊ ആ ശാപഗ്രസ്തരുടെ കൂട്ടത്തിൽ കേവലം യഹൂദന്മാരെ മാത്രം പെടുത്തി അജിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. മറ്റൊരു സുവിശേഷം പ്രസന്റ് ചെയ്ത കൂട്ടരാണ് മുസ്ലിംസ് അല്ലെങ്കിൽ മുഹമ്മദ്. ശപിക്കപ്പെട്ടവന് ക്രൂശിക്കപ്പെടാത്ത ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടാത്ത ഈസാ നബിയെ കൊണ്ട് വെച്ചിട്ട് ബൈബിളിന്റെ പശ്ചാത്തലം മാത്രം മോഷ്ടിച്ചെടുത്തിട്ട് ഈ ഈസാ നബി തന്നെയാണ് യേശുക്രിസ്തു എന്ന് ദാവാപ്രവർത്തകരുടെ നാളുകളോളം പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതോടുകൂടെ അവർ ശപിക്കപ്പെട്ടവരാണ്. ഏതർത്ഥത്തിൽ? മറ്റൊരു സുവിശേഷം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട്. ഇത് തന്നെയാണ് യഹോവ വിറ്റ്നസസ്, ഇത് തന്നെയാണ് ജീജിക്കാരുടെ കുഴപ്പം. മറ്റൊരു സുവിശേഷം പ്രസന്റ് ചെയ്യുന്നു. ഈ മറ്റൊരു സുവിശേഷക്കാരുടെ കൂട്ടത്തിൽ അജി യഹൂദനെ മാത്രമായിട്ട് അങ്ങ് അടയ്ക്കണ്ട. യഹൂദൻ എന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവന്. അങ്ങനെ അല്ലാതെ എല്ലാ യഹൂദന്മാരും ശാപത്തിന് കീഴിൽ ശപിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്ന പോർഷൻ അവിടെ ഇല്ല. അടുത്തത് അതിന്റെ അടുത്ത വാക്യത്തിൽ, ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിരോധമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. മുകളിൽ പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? പൗലോസ് തെസ്സലോനിക്കയിൽ ആയിരുന്ന സമയത്ത് അവരോട് പറഞ്ഞ കാര്യമാണ്. അതേ കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ വീണ്ടും പറയുകയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് പറഞ്ഞതിന്റെ കാരണം ഗലാത്യ സഭകളിലേക്ക് യഹൂദയിൽ നിന്ന് ചെന്ന ചില യഹൂദ ക്രിസ്ത്യാനികൾ നിങ്ങൾക്ക് സ്വർഗരാജ്യം പ്രാപ്തമാകുവാൻ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ സുവിശേഷം മാത്രം കേട്ട് വിശ്വസിച്ചാൽ പോരാ, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളൂടെ ചെയ്യണം, നിങ്ങൾ സർക്കംസിഷൻ ഏക്കണം എന്നൊക്കെ പറഞ്ഞ പശ്ചാത്തലത്തിലാണ് പൗലോസ് ഇത് പറയുകയും എഴുതുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ, അവന് പാപം മോചിച്ചു കൊടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണ പുനരുദ്ധാനം അത് എനിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഏവനും അവൻ ന്യായപ്രമാണത്തിന്റെ അവസാനവും അവൻ ആ വ്യക്തിയുടെ പാപങ്ങൾക്ക് പരിഹാരകനുമായ രക്ഷിതാവാണ്. അവൻ പിന്നെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളെ ആചരിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കേണ്ടതില്ല. ക്രിസ്തുവിലെ വിശ്വാസത്താൽ അവന് രക്ഷ പ്രാപിക്കാൻ പറ്റും. അപ്പം ഈ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളൂടെ സുവിശേഷത്തോട് ചേരുമ്പോഴാണ് രക്ഷ കംപ്ലീറ്റ് ആകുള്ളൂ. പ്രവൃത്തികളൂടെ രക്ഷയ്ക്ക് വേണം എന്ന് പറയുന്ന കാറ്റഗറിക്കൽ ആയിട്ടുള്ള ഗോസ്പലൈസേഷനെയാണ് പൗലോസ് ഇവിടെ അങ്ങനെ പറയുന്നവർ മറ്റൊരു സുവിശേഷമാണ് പറയുന്നത്. അവരാണ് ശപിക്കപ്പെട്ടവർ. രക്ഷയ്ക്ക് സ്നാനം ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നവർ, രക്ഷ
കർത്തൃത്വം പൂർണ്ണമായിട്ടും വിധേയപ്പെട്ട് വിശുദ്ധിയുടെ തികവിൽ വന്നാലേ രക്ഷ പൂർത്തിയാകത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ, രക്ഷ കംപ്ലീറ്റ് ആണ് ഉറപ്പാക്കപ്പെടണമെങ്കിൽ അന്യഭാഷയിൽ സംസാരിച്ച് അത് പ്രാക്ടിക്കലി മറ്റൊരാൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ അവന്റെ രക്ഷ കംപ്ലീറ്റ് ആകുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ, ഇങ്ങനെ നാനാവിധത്തിൽ ബാപ്റ്റിസ്മൽ റീജനറേഷൻ വിശ്വസിക്കുന്ന പൗരത്വ സഭകൾ, ഇങ്ങനെ ഇവരെല്ലാം പ്രവർത്തികളുടെ ചില കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ടാണ് രക്ഷ. ചിലർക്ക് സ്നാനവും കൂടെ വരുമ്പോഴാണ് രക്ഷയാകത്തുള്ളൂ. അങ്ങനെയുള്ള ഇവിടെ കുറെ ആളുകൾ ഉപദേശം പറയുന്നത് കേട്ടായിരുന്നു. സ്നാനപ്പെട്ടെങ്കിലും കൂടി ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു ഉപദേശം പറയുന്ന ആളുകൾ ഇവിടെയുണ്ട്, ക്ലബ് ഹൗസിലുണ്ട്. ദീസ് ആർ ദ പീപ്പിൾ ഗോസ്പലോട് ആഡ് ചെയ്തിട്ട് മറ്റൊരു ഗോസ്പൽ അവതരിപ്പിക്കുന്നവരാണ്. ഈ മറ്റൊരു ഗോസ്പലിന്റെ രീതിയായിരുന്നു അവിടെ യഹൂദന്മാർ ചെന്നിട്ട് തെസ്സലോനിക്ക സഭയിൽ ഗലാത്യ സഭയിൽ ചെയ്തത്. അപ്പൊ ആ ശപിക്കപ്പെട്ടവരുടെ കാറ്റഗറിയിൽ അന്ന് യഹൂദന്മാരാണെങ്കിൽ ഇന്ന് മറ്റു പലരുവാ. മനസ്സിലായോ? അല്ലാതെ അവിടെയൊന്നും യഹൂദൻ ശപിക്കപ്പെട്ടവരാണ് എന്ന് ക്രിസ്ത്യാനി അല്ലെങ്കിൽ പൗലോസ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇനിയുള്ളത് 3-ാം അധ്യായത്തിലേക്ക് വരിക. ഒമ്പതും 10 വാക്യങ്ങൾ, ഗലാത്യലേഖനം 3:9-10. അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്നാൽ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ പങ്കാളിത്തമാണ് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു എന്ന 8-ാം വാക്യത്തിൽ. എന്നുപോലെ അബ്രഹാമിനോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്? നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അപ്പം ആ സുവിശേഷമാണ് യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്നത്. ആ നിന്നിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബ്രഹാമിന്റെ പിൻതലമുറയിലൂടെ ജനിച്ച് അബ്രഹാമിക് കവനന്റിന്റെ ഫുൾഫിൽമെന്റ്, അബ്രഹാമിന്റെ ഫെയ്ത്ത് ഉള്ളവർക്ക് രക്ഷ നൽകുവാൻ വന്നിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് അബ്രഹാമിനോട് പറഞ്ഞ ആ സുവിശേഷം കംപ്ലീറ്റ് ആക്കപ്പെടുന്നത്. അപ്പം എന്നിട്ട് പൗലോസ് പറയാണ്, അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു, എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാകുന്നു. അതിൽ യഹൂദനാണോ? യഹൂദന്മാർ ചിലർ വിടും. യേശുക്രിസ്തു വന്നതിന് ശേഷവും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്ത ആ സുവിശേഷം എന്ന് പറയുന്ന കാര്യം. പൗലോസ് പറയുന്നത് എന്തോ? ആ സുവിശേഷം നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ അനുഗ്രഹത്തിന്റെ പങ്കാളികളാകുവാൻ ന്യായപ്രമാണം അനുസരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഒരു യഹൂദൻ അന്ന് പഠിപ്പിച്ചുവെങ്കിൽ അവൻ ശാപത്തിന് കീഴിലാണ്. ഇന്നും അങ്ങനെ പഠിപ്പിക്കുന്ന ചർച്ചസ് ഉണ്ട്. 10 കൽപ്പനകൾ അനുസരിച്ചാലേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് പഠിപ്പിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇതേ കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നത്. അത് യഹൂദനാകണം നിർബന്ധമൊന്നുമില്ല. അതിന്റെ അർത്ഥം 10 കൽപ്പനയിൽ പറയുന്ന കൽപ്പനകൾ ബാധകമല്ലെന്നോ അനുസരിക്കേണ്ടെന്നോ അല്ല. പാപമോചനത്തിനും രക്ഷയ്ക്കും 10 കൽപ്പനയുടെ അനുസരണമല്ല ആവശ്യം, യേശുക്രിസ്തുവിലെ വിശ്വാസം ആവശ്യം. യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ പാപമോചനവും മോക്ഷവും വീണ്ടെടുപ്പും പ്രാപിച്ച ഒരു വിശ്വാസിയാണ് 10 കൽപ്പന അനുസരിക്കേണ്ടത്. അതവൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. എന്നാൽ 10 കൽപ്പനയുടെ അനുസരണം നിങ്ങൾക്ക് രക്ഷ നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴില്ല. മനസ്സിലായോ? ഇതാണ് കാര്യം. അപ്പം അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദനാസെ ഹോൾ നേഷൻ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. അതല്ല പ്രശ്നം. ആ ടീച്ചിങ് ഉള്ളവർക്ക് മാത്രമേ പ്രശ്നമുള്ളെന്ന്, അല്ലാത്തവർക്ക് ഇല്ലെന്ന്. എന്നിട്ട് അജി എന്താ അവിടെ പറഞ്ഞത്? അവിടെ ആസ് എ നേഷൻ എന്ന് പറഞ്ഞേക്കുവാണ്. യഹൂദന്മാരെ മൊത്തം ഉൾപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ അവിടെ ഉള്ളത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 3 കാര്യങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടും? യേശുവിനെ കൊന്നു എന്നുള്ളത് ആ പാപത്തിന്റെ അല്ലെങ്കിൽ ആ ചെയ്തിയുടെ റെസ്പോണ്ടന്റ്, അതിന്റെ കാരണക്കാര്, അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടവര്, അതിന്റെ ആരോപണം ഏറ്റെടുക്കേണ്ടവര് യഹൂദനാസെ ഹോളാണ്. കാരണം പിലാത്തോസിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ രാജാവിനെ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവനെ ക്രൂശിക്കുക എന്നവർ നിലവിളിച്ചു വലിയ ഒച്ചത്തിൽ കാറിക്കൊണ്ടിരുന്നു. അവനെ ക്രൂശിക്കാന്ന് മഹാപുരോഹിതന്മാർ അവിടെ ചട്ടം കെട്ടി നിർത്തിയിരിക്കുന്നവരെയോ കൊണ്ട് ഇങ്ങനെ നിർത്താതെ അലറിച്ചുകൊണ്ടിരുന്നു. അവര് പിന്നെ പറയുകയാണ്, നീ ഇനി ഇവനെ ക്രൂശിച്ചില്ലെങ്കിൽ നീ കൈസറുടെ സ്നേഹിതനല്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ പിലാത്തോസ് പറയുകയാണ്, എനിക്ക് നീതിമാന്റെ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് പച്ചവെള്ളത്തിൽ കൈ കഴുകുമ്പോൾ അവിടെ പിലാത്തോസിന്റെ മട്ടുപ്പാവിന്റെ താഴെ കൽത്തളത്തിൽ കാത്തുനിന്ന് എല്ലാവരും യഹൂദന്മാർ ഒരുമിച്ച് ആർത്ത് പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തെറ്റ്, ആ കുറ്റം,
അതിന് എന്തെങ്കിലും കോൺസിക്വൻസ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങളുടെ നേഷൻസ് തലമുറകളായി ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങൾ ഈ ജാതി ഏറ്റെടുത്തുകൊള്ളാം, ഈ ജാതിയുടെ പിൻതലമുറകൾ ഏറ്റെടുത്തുകൊള്ളാമെന്നാണ് അവരവിടെ വെച്ച് പീലാത്തോസിന്റെ മുൻപാകെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ പീലാത്തോസ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രാജാവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. അതാണ് കാര്യം. അപ്പോ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവർ ഈ യഹൂദന്മാർ യേശുവിനെ ക്രൂശിച്ച് കൊന്നവരാണെന്ന് പറയുന്നത്. കാരണം അവർ തള്ളിപ്പറഞ്ഞു, അവരെല്ലുവാൻ വേണ്ടി നിർബന്ധം കൂടി അവർ ആ തലമുറ മുഴുവനായിട്ടും ആ പാപത്തിന്റെ, ആ തെറ്റിന്റെ പങ്കാളിത്തം ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ യേശു ക്രൂശിൽ കയറുമ്പോൾ, മരിക്കുന്ന സമയത്ത് ആ യാത്രയിൽ ഉടനീളം യേശു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഗ്രീക്കിലാണതുള്ളൂ, മലയാളത്തിൽ ഇംഗ്ലീഷിലുമില്ല. യേശു പറഞ്ഞുകൊണ്ടേയിരുന്നു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അപ്പൊ കർത്താവിന്റെ പ്രാർത്ഥന യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി തള്ളിപ്പറഞ്ഞ, യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോയ, യേശുവിനെ മുഖത്ത് തുപ്പിയ, അടിച്ച, നിന്ദിച്ച, പരിഹസിച്ച സകല ഈ യഹൂദന്മാരല്ലാത്തവരുമായ റോമൻ പടയാളികൾ അടക്കമുള്ള സകലരോടും പിതാവിന്റെ മുൻപാകെ അവരുടെ പാപങ്ങൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടാണ്, അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ക്രൂശിൽ മരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, യേശു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരമില്ലാതിരുന്നിട്ടില്ല. കർത്താവ് അത് പറയുന്നുണ്ട്. കർത്താവിനോട് കൂടെ ജീവിച്ചവർ പറയുന്നുണ്ട്, നീ എന്ത് യാചിച്ചാലും നിനക്കത് ലഭിക്കും. യേശുവിന്റെ ഒരു പ്രാർത്ഥനയും നിരർത്ഥകമല്ല. അങ്ങനെയെങ്കിൽ യേശു ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയും യഹൂദന്മാർ ഞങ്ങളുടെ തലമുറകളുടെ മേൽ വരട്ടെ എന്ന് പറഞ്ഞ ആ ശാപത്തെ മാറ്റിക്കളയുവാൻ, അവനെ കൊന്നു എന്നുള്ള പാപത്തിന്റെ ആ കോൺസിക്വൻസിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ യേശുവിന്റെ പ്രാർത്ഥന ധാരാളമായിരുന്നു. പക്ഷെ ഒരൊറ്റ വിഷയമുള്ളതിനകത്ത്, എന്താണത്? അവർ വിശ്വസിക്കണമായിരുന്നു. കൊന്നുവെങ്കിലും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ പ്രാപ്തമാകുമാർ അപ്പോസ്തല ശിഷ്യന്മാർ യെരുശലേം പട്ടണത്തിലെങ്ങും ഇവനെക്കുറിച്ചുള്ള സുവിശേഷം പ്രചരിപ്പിച്ചിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശുവിനെ ദൈവം കർത്താവും രക്ഷിതാവുമാക്കി വച്ചിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനമുണ്ടെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്ന് പത്രോസ് പ്രസംഗിച്ചത് യെരുശലേമിന്റെ ടൗണിന്റെ പട്ടണത്തിന്റെ നടുവിൽ നിന്നിട്ടാ. അങ്ങനെ പ്രസംഗിച്ചു കേട്ട ആ തലമുറ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ തലമുറ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമെന്ന് യേശു ഏത് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ആ തലമുറ, അവരിൽ വിശ്വസിച്ചവർ ആ ശാപത്തിൽ നിന്ന് വിമുക്തരാ. പക്ഷെ അജി പറയാണ്, ഈ മർമ്മം അജിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് അജി പറയാണ്, യഹൂദരാസ് എ ഹോൾ നേഷൻ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നു അവരുടെ ബൈബിളിലുണ്ടെന്ന്. എവിടെയാടേ ഉള്ളത്? ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാക്യം ഒന്ന് പരിശോധിക്കാം, അങ്ങനെയാണോ എന്ന്. ഇനി അടുത്ത 4ാമത്തെ പ്രാവശ്യം പദം ഉപയോഗിച്ചിരിക്കുന്ന വാക്യം അതിന്റെ താഴെ 10ാം വാക്യം. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇത് പറഞ്ഞത് പൗലോസ് അല്ല. പൗലോസ് കോട്ട് ചെയ്തതേ ഉള്ളൂ. എവിടുന്ന് കോട്ട് ചെയ്തു? ന്യായപ്രമാണത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് പൗലോസ് ഒരു ആർഗ്യുമെന്റ് വെക്കുകയാണ്. നിങ്ങളിൽ ചിലർ ന്യായപ്രമാണം അനുസരിക്കണം രക്ഷയ്ക്കെന്ന് നിങ്ങൾ ശഠിക്കുമ്പോൾ 100% പൂർണ്ണമായി ന്യായപ്രമാണത്തെ അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രക്ഷയ്ക്ക് ഇതുകൂടെ വേണം, ഇതും കൂടെ കൂടുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ രക്ഷയ്ക്ക് പര്യാപ്തമായ കാര്യങ്ങളാണ് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളുടെ അനുസരണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, പൗലോസിന്റെ ചലഞ്ച്, അത് പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശാപത്തിന്റെ കീഴിലാണെന്ന് എഴുതിയിട്ടില്ലയോ? അപ്പൊ ഇവിടെ ആ വേർഡ് ഉപയോഗിച്ച് ഏത് തലത്തിലാ? ന്യായപ്രമാണം അനുസരിക്കാത്ത ന്യായപ്രമാണവാദികളെ സംബന്ധിച്ച, അല്ലാതെ ആസ് എ ഹോൾ നേഷൻ എന്നുള്ള യഹൂദനെ ഉദ്ദേശിച്ചല്ല. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ന്യായപ്രമാണം കൂടെ രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് പഠിപ്പിച്ച യഹൂദ ക്രൈസ്തവരിൽ നിന്ന് അങ്ങനെയുള്ളവരെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇന്നും അങ്ങനെയുള്ളവരുണ്ടല്ലോ, സമുദായ സഭകളിലുണ്ടല്ലോ. ഈ 10 കൽപ്പന അടക്കം അനുസരിച്ചാലാണ് രക്ഷയ്ക്ക് പ്രവൃത്തികൾ ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്ന കൂട്ടർ.
ഇല്ലേ? അവർ ഈ കാറ്റഗറി പെടുന്നവരാ. അങ്ങനെയുള്ള അവർ യഹൂദരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ക്രിസ്ത്യാനി ആയതിനു ശേഷം ന്യായപ്രമാണം അനുസരിച്ച് രക്ഷ പ്രാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലും കൽപ്പനകളിൽ ചിലതിനെ മാത്രം തെറ്റിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം, ന്യായപ്രമാണത്തോടുള്ള അമിതമായ പറ്റുമാനം രക്ഷയ്ക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ വാദിക്കുകയും നിങ്ങൾക്കത് അനുസരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ഇതാണ് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ എഴുതിയത്. എന്തെന്നാ പറഞ്ഞത്? ന്യായപ്രമാണം അത് നല്ലത് തന്നെ, അതിനെ അനുസരിച്ചാലാണ് അത് നല്ലതാകുന്നത്. മനസ്സിലായി? അനുസരിക്കാൻ കഴിയുന്നവർക്കാണ് ന്യായപ്രമാണം നല്ലതായിരിക്കുന്നത്, അല്ലാത്തവർക്ക് ന്യായപ്രമാണം നല്ലതായിരിക്കുന്നില്ല. ന്യായപ്രമാണത്തിന്റെ പ്രായോഗിക കൽപ്പനയെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലാതെ ന്യായപ്രമാണത്തിൽ യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിലൂടെ, ഈ ക്രൂശിലെ യാഗമരണത്തിലൂടെ കംപ്ലീറ്റ് ആയ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കമാൻഡ്മെന്റ്സിനെ കുറിച്ചല്ല, യാഗങ്ങളെ കുറിച്ചോ ഉത്സവത്തെ കുറിച്ചോ ഒന്നുമല്ല, മോറൽ ഡോക്ട്രിൻസിന്റെ കാര്യമാണ്. അത് നിങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകുമെന്ന് ചിലർ ചിന്തിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് മരണവെപ്രാളം കൂട്ടുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങൾ അനുസരിക്കാതിരുന്നു കൊണ്ടാണ് അത് പറയുന്നതെങ്കിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാ. അതാണ് പൗലോസിന്റെ ആർഗ്യുമെന്റ്. ഈ റെഫറൻസ് അല്ലാതെ കണ്ട് വേറൊരു സ്ഥലത്ത് ഈ വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് ഈ അർത്ഥത്തിലേ അല്ല, കേഴ്സ് എന്ന അർത്ഥത്തിലേ അല്ല. അപ്പൊ ഈ 5 സ്ഥലങ്ങളിൽ ഈ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ കണ്ട് അജി പറഞ്ഞതുപോലെ തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു സ്ഥലത്തും യഹൂദൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പൗലോസും പറഞ്ഞിട്ടില്ല. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒരു ലേഖനത്തിലും യഹൂദൻ ശപിക്കപ്പെട്ടവരാണെന്ന് രേഖ ഞാൻ കണ്ടിട്ടില്ല. ഇനി നമുക്ക് ആ പോർഷൻ ഒന്നുകൂടെ കേൾക്കാം. അജീഷ് ബ്രദറെ, ആ വീഡിയോ ഒന്ന്, ആ വോയിസ് ഒന്ന് കേൾപ്പിച്ച, അതിന്റെ ബാക്കി അവിടെ നിന്ന് കേൾപ്പിക്കാവോ? വ്യാഖ്യാനത്തോട് ഞാനൊരു നല്ല തത്വത്തെ യോജിക്കുന്നയാളാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷനാണ്. നിങ്ങൾ ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ അതിനകത്ത് എല്ലാ യഹൂദന്മാരും അല്ല പറഞ്ഞേക്കുന്നത്. യഹൂദന്മാർ ആസ് എ നേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട ഗതികേടാണ്. അങ്ങനെ ഗതികേട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും, അങ്ങനെ വന്നേ പറ്റൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്ററിനെ വ്യാഖ്യാനിക്കുന്നത്? പ്രധാന രീതി ഞാൻ എന്റെ ഒരു ദൈവശാസ്ത്ര വ്യാഖ്യാനം പറയാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സ്ക്രിപ്റ്ററിനെ സ്ക്രിപ്റ്റർ കൊണ്ട് വ്യാഖ്യാനിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കണം? അപ്പൊ നമ്മൾ റോമാലേഖനത്തോട്ട് പോകും. റോമാലേഖനം 8, 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദനെ പറ്റി പൗലോസിന്റെ കാഴ്ചപ്പാട് സിസ്റ്റമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്. ഈ യഹൂദന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാക്കാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ സമ്മതിക്കും. അത്ര സ്നേഹമുള്ള ഒരാളാണ്, താൻ തന്നെ യഹൂദനാണ്. മനസ്സിലായി? അപ്പൊ ഈ ആസ് എ നേഷൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊരു തിയോളജിക്കൽ വ്യാഖ്യാനമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് അറിയാം. അപ്പൊ നമ്മള് ഒരു ഖുറാൻ ടെക്സ്റ്റോ ബിബ്ലിക്കൽ ടെക്സ്റ്റോ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താണ് നമ്മളുടെ അതിന്റെ വ്യാഖ്യാനം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കതൊരു ബാലൻസ്ഡ് ആയിട്ട് പോയി. അപ്പൊ മതി, ബാലൻസ്ഡ് ആയി പോകണം. അതാണ് പുള്ളി പറയുന്നത്. ഓക്കെ, ഇവിടെ അജി പറഞ്ഞ ആ തെറ്റായ അല്ലെങ്കിൽ വളരെ കണ്ണിങ് ആയിട്ട് അജി ഉപയോഗിക്കുന്ന തന്ത്രം നിങ്ങൾ മനസ്സിലാക്കണം. ആ കണ്ണിങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അജിയുടെ കയ്യിൽ നിന്ന് പോണത്. അജിക്ക് ഇതൊന്നും ഒരു അന്തവും കുന്തവും ഇല്ല, അതുകൊണ്ട് സംഭവിക്കുന്ന. അജി അവിടെ പറയുന്നത് കേട്ടല്ലോ. അജി പറയുന്നത് ഇവിടെ തെസ്സലോനിക്ക ലേഖനത്തിൽ ആസ് എ ഹോൾ നേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ലെന്ന് നമ്മൾ കണ്ടു. ഇനി അവിടുന്ന് അജി പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ആ പോർഷനെ വ്യാഖ്യാനിക്കേണ്ടി വരും. എങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരും? എങ്ങനെയാ വ്യാഖ്യാനിക്കേണ്ടി വരുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം സത്യമാണെന്ന് പറയുന്നത് എങ്ങനെ വ്യാഖ്യാനമാകുന്നത്? അവിടെ പറയുന്ന കാര്യം അങ്ങനെ തന്നെ സത്യമാണെന്ന് പറയുമ്പോൾ എങ്ങനെ വ്യാഖ്യാനമാകും? അവിടെ വ്യാഖ്യാനിക്കേണ്ടത് ആവശ്യം എന്താ ഉള്ളത്? എന്നിട്ട് അജി വ്യാഖ്യാനിക്കുകയാണ്. അപ്പുറത്ത് റോമാലേഖനത്തിൽ പോയിട്ട് വ്യാഖ്യാനിക്കാന്ന് അജി പറയുന്നത്. ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വളരെ ശ്രദ്ധേയന ഈ വിഷയത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അജി ഇവിടെ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന സഹോദരന്മാരും വ്യാഖ്യാനിച്ചിട്ടില്ല. അവരിത് പറയാൻ അവരെ കൊണ്ട് സമ്മതിച്ചിട്ടില്ല. അവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അത് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അജി പറയുകയാണ് അത് നിങ്ങളുടെ വ്യാഖ്യാനമാണെന്ന് അജി പറയുന്നത്. ഈ പോർഷനിൽ പറഞ്ഞ കാര്യം അതിന്റെ അജി തന്നെ പറയുന്നുണ്ട്. യോയിസില് ബൈബിളിൽ ചില കാര്യങ്ങൾ വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില കാര്യങ്ങൾക്ക് നമുക്ക് വ്യാഖ്യാനം ആവശ്യം വരും. ഇവിടെ വ്യാഖ്യാനം ആവശ്യമില്ലാത്തൊരു പോർഷൻ എടുത്തു വെച്ചിട്ടാണ് അജി വ്യാഖ്യാനിക്കണമെന്ന് പറയുന്നത്. അതാണ് 15-ാം വാക്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. 100% കർത്താവും അപ്പോസ്തലന്മാരും ഒരു സംശയവും കൂടാതെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് അജിയുടെ വ്യാഖ്യാനമോ എന്റെ വ്യാഖ്യാനമോ ആവശ്യമില്ല. അവിടെ തെസ്സലോനിക്ക ലേഖനം
കർത്താവ് അപ്പോസ്തലനായ പൗലോസിലൂടെ തന്നിരിക്കുന്ന റെവലേഷനാണ്, വെളിപ്പാടാണ്. വെളിപ്പാട് എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം എന്നുള്ള ആശയത്തിലല്ല, റെവലേഷൻസ്, റിട്ടൺ ഡോക്യുമെന്റ്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാനുള്ളത് രേഖയാക്കിയിരിക്കുന്നത് ശ്ലീഹന്മാർക്ക് ദൈവം കൊടുത്ത റെവലേഷനിലൂടെയാണ്. അതുകൊണ്ടാണ് ഇത് ദൈവശാസ്ത്രീയമാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ദൈവശാസ്ത്രീയമായ ഈ തിരുവെഴുത്ത് പൗലോസിന് കിട്ടിയ റെവലേഷനിലൂടെ പൗലോസ് രേഖയാക്കുകയായിരുന്നു. അതുകൊണ്ട് ദിസ് ഇസ് എ റെവലേഷൻ ഫ്രം ഗാഡ്. അപ്പൊ ഈ റെവലേഷനിൽ ഒരു വ്യാഖ്യാനവും ഇല്ലാതെ പൗലോസിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് മനസ്സിലാകാം. ഇനി ഞാൻ അതൊന്ന് വായിക്കാം, നിങ്ങൾക്ക് ഇവിടെ വ്യാഖ്യാനം ആവശ്യമാണെന്ന് പറയണം. യഹൂദന്മാർ കർത്താവായ യേശുവിനെ സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. ഇവിടെ എന്തിനാ വ്യാഖ്യാനം ആവശ്യമുള്ളത്? ഇവിടെ എന്ത് കാര്യത്തിനാ വ്യാഖ്യാനം ആവശ്യമുള്ളത്? പ്ലെയിൻ ട്രൂത്ത്, സിമ്പിൾ റീഡിങ്ങിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. വ്യാഖ്യാനം ആവശ്യം വരുന്നത് അവിടെ യഹൂദർ ശപിക്കപ്പെട്ടവരെന്ന് ക്രിസ്ത്യാനി എഴുതിയിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു റെഫറൻസ്, ശപിക്കപ്പെട്ടവരെന്ന് യഹൂദരെ ക്രിസ്ത്യാനികൾ വിളിച്ചിട്ടുണ്ട് എന്ന് അജി പറയുന്നത് സത്യമാണെങ്കിലാണ് വ്യാഖ്യാനം വരുന്നത്. അങ്ങനെ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാത്ത കാര്യം അജി വ്യാഖ്യാനിച്ചു. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, പ്രസവിക്കാത്ത പശുവിന്റെ ഗ്ലാവ് ചാകുവാൻ ചെയ്തു, പാല് കറന്ന് മോരാക്കി അതിന്റെ പുളിപ്പിനെ കുറിച്ച് ഉപന്യാസം രചിക്കുന്ന പരിപാടിയാണ് അജി നടത്തിയിരിക്കുന്നത്. പൗലോസ് യഹൂദർ ശപിക്കപ്പെട്ടവരാണെന്ന് അവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ അത് എന്തർത്ഥത്തിലാണെന്ന് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു കാര്യമില്ല, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഈ വാക്കായിരിക്കും പൗലോസിന് അജിയെ തെറ്റിദ്ധരിപ്പിച്ചത്. സകല മനുഷ്യർക്കും വിരോധികൾ എന്നത് യഹൂദന്മാരെ കുറിച്ച് പൗലോസ് പറഞ്ഞു. ആ സകല മനുഷ്യർക്കും വിരോധികൾ എന്ന് യഹൂദന്മാർ സകല മനുഷ്യർക്കും വിരോധികളാണെന്ന് പൗലോസും ക്രിസ്ത്യാനികളും പറഞ്ഞിരിക്കുന്നു. ഇതാണോ ശപിക്കപ്പെട്ടവരെന്ന് പറഞ്ഞെന്ന് അജി വ്യാഖ്യാനിച്ചത്? അല്ലെങ്കിൽ അവിടെ പോർഷനിൽ പറയാത്ത ഒരു കാര്യം അവിടെ തള്ളിക്കയറ്റി, അജിയുടെ വാചകം അവിടെ കുത്തിക്കയറ്റിയിട്ട് ആസ് എ നേഷൻ അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞത്? അവിടെ അങ്ങനെ ഉണ്ടോ? അജിയുടെ സിൽബന്ധികളായ അജിക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന XYZ എല്ലാം ഇങ്ങ് പോരെ. അജി ഭയങ്കര അക്കാഡമിക്കലായിട്ടാ പറയുന്നത്. പറഞ്ഞാൽ ദൈവവചനം വായിച്ചിട്ട് അവിടെ ഉള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിവില്ലാത്തവന് എന്ത് അക്കാഡമിയാടി? അക്കാഡമിക്കൽ എബിലിറ്റിയാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അല്പം മുമ്പ്. ഇതിന്റെ വ്യാഖ്യാനം എവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നേരെ പോയി റോമാലേഖനത്തിലേക്ക് കണ്ടു പറയും 8, 9, 10, 11 അധ്യായം. 8-ാം അധ്യായത്തിൽ എവിടെയാ അജി യഹൂദന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 9, 10, 11 അധ്യായങ്ങളിലല്ലേ അതുള്ളത്. അപ്പൊ ഇത്ര ഉള്ളു അക്കാഡമിക്കലായിട്ട് കാര്യങ്ങൾ ഇറക്കി വയ്ക്കുന്ന അജിയുടെ കയ്യില്. അപ്പൊ വചനത്തെ കുറിച്ച് കേട്ടുകേൾവി അല്ലാതെ കൃത്യമായ ഒരു ഒബ്സർവേഷനോ പഠനമോ അജിക്കില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇല്ലാത്ത കാര്യം അവിടെ ഉണ്ടെന്ന് കേൾവിക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട്, അവിടെ ശാപം എന്ന വാക്കുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ക്രിസ്ത്യാനി യഹൂദരെ ശപിച്ചിരിക്കുന്നു എന്ന് വരുത്തിയിട്ട്, അങ്ങനെ ശാപം ഉണ്ടെന്ന് വന്നാൽ നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ടി വരും. എടാ, ഉടുക്കാത്ത തുണി അലക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഉടുത്തിട്ടില്ലല്ലോ ആ തുണി, പിന്നെ എന്തിനാ ഞങ്ങളത് അലക്കുന്നത്? അലമാരയിൽ ഇരിക്കുന്ന പുതിയതായിട്ട് മേടിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന സാധനം അത് ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും ഉപയോഗിച്ച് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരോപിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും അജി? അത് കൂട്ട് കാര്യമാണ് അജി പറയുന്നത്. ഇനി അതിനൊരു വ്യക്തത കൂടെ ഞാൻ വരുത്താം. യഹൂദന്മാർ സകല മനുഷ്യർക്കും വിരോധികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തർത്ഥത്തിലാണെന്ന് അതേ റെഫറൻസിൽ തന്നെ അതിന്റെ താഴെയുണ്ട്. ആ കൂടത്തിൽ ഒരുമിച്ചങ്ങ് വായിക്കണം. അത് മലയാള വിവർത്തനത്തിൽ വന്നപ്പോൾ നമുക്കൊരു അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. യഹൂദർ സകല മനുഷ്യർക്കും വിരോധികൾ എന്ന് പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ആണെന്ന് വിചാരിച്ച് നമ്മളങ്ങ് കണക്കാക്കും. അങ്ങനെയല്ലത്. യഹൂദർ സകല മനുഷ്യർക്കും വിരോധികളും എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആകുകയല്ല, ആ സെന്റൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് അവർ സകല മനുഷ്യർക്കും വിരോധികളായിരിക്കുന്നത്? ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിലെ യഹൂദന്മാരെ മാത്രം ഉദ്ദേശിച്ചാണത് പൗലോസ് പറയുന്നത്. എങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്?
ശ്രദ്ധിച്ചു വായിക്കണം. യഹൂദർ സകല മനുഷ്യരുടെയും വിരോധികളാകുന്നത് ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാകുന്നു ഈ യഹൂദന്മാർ. അതുകൊണ്ടാണ് അവർ സകല ജാതികൾക്കും വിരോധികളാകുന്നത് എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലന്മാരും 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരും വിജാതിയുടെ അടികെ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവരോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ വിലക്കി ആട്ടിത്തുപ്പി അടിച്ച് ഓടിക്കുന്ന പരിപാടി യഹൂദൻ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ സകല മനുഷ്യരുടെയും ശത്രുവാണ് യഹൂദൻ എന്നാണ് പൗലോസ് പറയുന്നത്. കാരണം എന്താണ്? അവർ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ സന്തതികളായി സ്വർഗത്തിന്റെ അവകാശികളാകുന്ന കാര്യത്തെ എതിർക്കുന്നത് കൊണ്ട് അവർ വാസ്തവത്തിൽ ആ ജാതികളുടെ ആ സകല മനുഷ്യരെയും സുവിശേഷം കേൾക്കുവാനും വിശ്വസിക്കാനും താല്പര്യമുള്ള സകല മനുഷ്യരെയും ഇവർ എതിർക്കുകയാണ്, അതിനെ അനുവദിക്കുന്നില്ല. അങ്ങനെയാണ് അവർ സകല മനുഷ്യരുടെയും എതിരാളികളാകുന്നത്, സകല മനുഷ്യരെയും എതിർക്കുന്നവരാകുന്നത്. അജി എങ്ങനെയാ ബൈബിൾ വായിക്കും? കർത്താവ് ചോദിച്ച ചോദ്യമാണ്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ച പോലെ ബൈബിളിൽ എന്ത് എഴുതിയിരിക്കുന്നു, അജി എന്ത് വായിക്കുന്നു? എന്തെങ്കിലും വായിച്ചിട്ട് വായി തോന്നുന്നത് വിളിച്ചു പറയുന്നു വന്നിരുന്നിട്ട്. അതല്ലേ അജി ചെയ്യുന്നത് ആ റൂമില്? അതല്ലേ ആ റൂമിൽ അജി ചെയ്തത്? അപ്പൊ യഹൂദർ സകല മനുഷ്യർക്കും ശത്രുക്കളാകുന്നു അതിനെ സുവിശേഷത്തെ എതിർത്തത് കൊണ്ടാണ്. ജാതികളോട് സുവിശേഷം പറയുന്നതിനെ എതിർക്കുമ്പോഴാണ് അവർ സകല മനുഷ്യർക്കും ശത്രുക്കളാകുന്നത്. അല്ലാതെ യഹൂദർ ഇന്നും ലോകത്തിലെ സകല മനുഷ്യർക്ക് ശത്രുക്കളൊന്നും അല്ല. എന്ത് വെളിവില്ലായ്മ അജി പറയുന്നത്? യഹൂദർ ബഹുദൈവ ആരാധകരായ ഇന്ത്യക്കാർക്ക് ശത്രുക്കളാണോ? യഹൂദന് അജി പറയുന്നതിലാണ് ശത്രുക്കളാണോ? അജി ഡയലോഗിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആശയപരമായി ക്രിസ്ത്യാനിറ്റിയുടെ ട്രൂത്തിനെ അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ കാരണം കവനന്റൽ തിയോളജി എന്താണെന്ന് അജിക്ക് അറിയാമെങ്കിൽ അജിക്ക് ഇത് മനസ്സിലായേനെ. ഇനി അതും പോട്ടെ, ഡിസ്പെൻസേഷണലിസം എന്താണെന്ന് അജി കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് അജി പറയുകയാണ്, റോമാലേഖനം 8 മുതൽ അജി പറഞ്ഞത് 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദന്റെ രക്ഷ എപ്പോഴാണെന്നും അവരെ സംബന്ധിച്ച് ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണെന്നും അതെല്ലാം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പോർഷൻ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ യഹൂദൻ എല്ലാവരുടെയും ശത്രുവാണെന്നുള്ളതും അജിയുടെ വ്യാഖ്യാനത്തിൽ യഹൂദൻ ക്രിസ്ത്യാനികൾ യഹൂദനെ ശപിക്കപ്പെട്ടവരെന്ന് വിളിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടി നിങ്ങൾ റോമാലേഖനത്തിൽ പോകണമെന്നാണ് അജിയുടെ വാദം. അജി അതാണ് അവിടെ പറഞ്ഞത്. വെളിവില്ലായ്മ എന്നല്ലാതെ എന്തു പറയാനാ? ഇവിടെ അജിയുടെ അറിവില്ലായ്മ 2 വിധത്തിലാണ് വെളിപ്പെടുന്നത്. ഒന്ന്, തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷനിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഈ പോർഷനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി വചനം കൊണ്ട് വ്യാഖ്യാനിക്കണം എന്നും പറഞ്ഞിട്ട് അജി പോകുന്നത് റോമാലേഖനം 9, 10, 11 അധ്യായത്തിലേക്ക്. അവിടെയും റെവലേഷനാണ്, ഡയറക്റ്റ് റെവലേഷനാണ്. ഒരു റെവലേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡയറക്റ്റ് കാര്യം, ഇപ്പം യഹൂദന്മാർക്ക് അവർക്ക് അല്പമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റെവലേഷനിൽ ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ അവർ ക്രിസ്തുവിനെ കൊന്നവരാണെന്ന് പറയുന്നത് വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. അവർ വിരോധിക്കുന്നു എന്ന് പൗലോസ് സാക്ഷ്യം പറയുന്നത് ദാറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. അത് റെവലേഷനിൽ വന്നതാ. അതിനെതിരെ വ്യാഖ്യാനം. അപ്പൊ ഇവിടെ അജി ചെയ്ത ട്വിസ്റ്റ് എന്താണ്? 2 പോർഷൻസിൽ, റോമാലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലും ദൈവം ഡയറക്റ്റ് കൊടുത്ത റെവലേഷൻ വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷനിൽ മനസ്സിലാക്കാവുന്ന കാര്യം ശാപം എന്ന വാക്ക് ക്രിസ്ത്യാനി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വ്യാജം പറഞ്ഞുകൊണ്ട് ഇന്റർപ്രിട്ടേഷൻ ഈസ് നീഡഡ് എന്ന് അജി അവിടെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഇവിടുത്തെ കുഴപ്പം എന്താണ്? വാട്ട് ഈസ് ഇന്റർപ്രിട്ടേഷൻ, വാട്ട് ഈസ് റെവലേഷൻ എന്ന് അജിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അജി, റെവലേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം നേരിട്ട് അപ്പോസ്തലന്മാരിലൂടെ എഴുതി കൊടുത്ത തിരുവെഴുത്തുകൾക്കാണ് റെവലേഷൻ എന്ന് പറയുന്നത്. ദൈവം അപ്പോസ്തലന്മാർക്ക് ജ്ഞാനം കൊടുത്ത്, അറിവ് കൊടുത്ത്, എഴുതുവാനുള്ള കഴിവ് കൊടുത്ത് ആ കാര്യം അപ്പോസ്തലന്മാരെ കൊണ്ട് എഴുതിച്ചതാണ്. ആ എഴുതുവാൻ വേണ്ടി അവരുടെ ഉള്ളിൽ കൊടുത്തതെന്തോ അതിനെയാണ് റെവലേഷൻ എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പം റെവലേഷൻ എന്താണ്, ഇൻസ്പിറേഷൻ എന്താണ്, ഇല്ലുമിനേഷൻ എന്താണ്, ഇന്റർപ്രിട്ടേഷൻ എന്താണ്, ഇതൊക്കെ അജി ആദ്യം പോയിട്ട് നല്ല ഒരു ഗുരു ഇല്ലാത്ത കുഴപ്പം അജിക്കുണ്ട്. അജി ഇപ്പൊ ഇഷ്ടംപോലെ കിട്ടും. സാംബാസ്റ്ററൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് പറഞ്ഞു തരും. അജി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള, ഈ ആളുകൾ വിളിക്കാറില്ലെന്ന് തോന്നുന്നു. നന്നായിട്ടൊന്ന് വിളിച്ച് സംസാരിച്ചു നോക്കുക, സാംബാസ്റ്ററൊക്കെ പറഞ്ഞു തരും. അജിക്ക് വിശ്വാസമുള്ള ആളാണല്ലോ. എന്താണ് റെവലേഷൻ, എന്താണ് ഇന്റർപ്രിട്ടേഷൻ, എന്താണ് ഇൻസ്പിറേഷൻ, എന്താണ് ഇലുമിനേഷൻ, ഇതൊക്കെ അജി ഒന്ന് പഠിക്കേ. എന്നിട്ട് റെവലേഷനിൽ ഡയറക്റ്റ് ഉള്ള കാര്യം വിത്തൗട്ട് ഇന്റർപ്രിട്ടേഷനിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യത്തിന് ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല. ഉദാഹരണമായിട്ട് മനുഷ്യൻ പാപിയാണെന്ന് ബൈബിൾ പറയുന്നു, അതിന് ഇന്റർപ്രിട്ടേഷൻ ആവശ്യമില്ല. യേശു രക്ഷകനാണെന്ന് ബൈബിൾ പറയുന്നു, ഇന്റർപ്രിട്ടേഷൻ വേണ്ട, ഡയറക്റ്റ് റീഡിംഗ് ആണത്. പാപികൾക്ക് ഒരു ശിക്ഷയുണ്ട് ബൈബിൾ പറയുന്നു, അതിന് ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ദെയർ, ഡയറക്റ്റ് റെഫറൻസ് ആണ്. കർത്താവ് സഭയെ സ്ഥാപിച്ചു, ഡയറക്റ്റ് റെഫറൻസ് ആണ്. അതിനൊന്നും ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. എപ്പോഴാണ് ഇന്റർപ്രിട്ടേഷൻ ആവശ്യം വരുന്നത്? ഒരു പോർഷൻ അതിൽ തന്നെ വ്യക്തതയില്ലാത്തതോ, അതിൽ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ളതോ, ആ പോർഷനെ സംബന്ധിച്ച് എഴുത്തുകാരൻ ഉദ്ദേശിച്ച കാര്യം അതിന് ബഹുമുഖമായ പല കാലഘട്ടത്തിൽ പല സമയത്ത് അതിന് ഫുൾഫിൽമെന്റ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇന്റർപ്രിട്ടേഷൻ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ എക്സ്പോസിഷൻ ആണ് ആവശ്യം. ഹാജി അവിടെ കിടന്ന് പറയാണ്, ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ വെച്ച് കെട്ടി കൊടുത്തിട്ട് ക്രിസ്ത്യാനിക്ക് ശാപപ്രാർത്ഥന നടത്തുന്നു പറഞ്ഞിട്ട് ഇന്റർപ്രിട്ടേഷൻ വേണമെന്ന് പറഞ്ഞ് പോണ എവിടെയാ? മറ്റൊരു റെവലേഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് പറയാണ്, ഇത് വെച്ചിട്ട് ആ റെവലേഷൻ ഇന്റർപ്രറ്റ് ചെയ്യണം. അവിടെ കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഇവിടെ പറഞ്ഞിരിക്കും, ഇത് വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യണം. അങ്ങനെ ഇന്റർപ്രിട്ടേഷൻ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്ന് വേണമെങ്കിൽ അവിടെ അജി പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കണം. അജി പറഞ്ഞ കാര്യം ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അജി ആദ്യം പോയിട്ട് ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അജി പറഞ്ഞ വാദത്തിന് ഉള്ള കാര്യം ഞാൻ സംസാരിക്കാം. അജീഷ് ബ്രദറെ, ബാക്കി ആ ഭാഗം മുമ്പേ കേൾപ്പിച്ചോടും തൊട്ട് ഒന്നുകൂടെ കേൾപ്പിക്കുക. അപ്പൊ ജനത്തിന് അത് ഫോളോ ചെയ്യാൻ പറ്റും. അജീഷ് ബ്രദർ ഇല്ലേ? കേട്ടില്ലേ? മറ്റുള്ള കേൾപ്പിക്കോ? എല്ലാരും പോയോ? അതെന്താ? അല്ല വേറെ ക്ലിപ്പാ, ഞാൻ എടുക്കട്ടെ. ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട് ബ്രദറെ. ഞാൻ നോക്കട്ടെ. പറഞ്ഞുതരാമോ? എനിക്കൊന്ന് തരാമോ? അവിടെ അങ്ങനെ ഒരു വാക്യം വെച്ചോണ്ട് നമ്മൾ 17 ഞാൻ ഉസ്മാനോടെയാണ് സംസാരിക്കുന്നത്. താങ്ക് യു. ഓക്കെ, എനിക്ക് കാര്യം മനസ്സിലായി. ഉസ്മാന്റെ വ്യാഖ്യാനമാണ്. ഞാനും അത് അംഗീകരിക്കുന്ന ആളാണ് കേട്ടോ ഉസ്മാനെ. നിങ്ങൾ ഈ തെറ്റാണോ ശരിയാണോ? നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഞാൻ പറയാതെ നിങ്ങൾ എന്റെ വായിക്കാതെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ മ്യൂട്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെ. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സ്ക്രിപ്ചർ കൊണ്ട് വ്യാഖ്യാനിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കണം? അപ്പൊ നമ്മൾ റോമാലേഖനത്തിലോട്ട് പോകും.
റോമാലേഖനം 8, 9, 10, 11 അധ്യായങ്ങളിൽ യഹൂദനെ പറ്റി പൗലോസിന്റെ കാഴ്ചപ്പാട് സിസ്റ്റമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്. ഈ യഹൂദന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ സമ്മതിക്കും. അത്ര സ്നേഹമുള്ള ഒരാളാണ്. താൻ തന്നെ യഹൂദനാണ്. മനസ്സിലായി? അപ്പൊ ഈ ആസ് എ നേഷൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അതൊരു തിയോളജിക്കൽ വ്യാഖ്യാനമാണ്. ഇത് ക്രിസ്ത്യാനിക്ക് അറിയാം. അപ്പൊ നമ്മള് ഒരു ഖുറാൻ ടെക്സ്റ്റോ ബിബ്ലിക്കൽ ടെക്സ്റ്റോ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താണ് നമ്മളുടെ അതിന്റെ വ്യാഖ്യാനം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കതൊരു ബാലൻസ്ഡ് ആയിട്ട് വരും. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹൂദനെ പറ്റി നിങ്ങൾ ഈ മുഹമ്മദ് ഇവിടെ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു അത് തന്നെ യഹൂദനെ പറ്റി ബൈബിള് പറയുന്നുണ്ട്. ഇടയ്ക്ക് കയറില്ല, ഞാൻ വ്യാഖ്യാനിച്ചതേ ഇല്ല, ഞാൻ വായിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ വ്യാഖ്യാനത്തോട് ഞാനും ചേർന്ന് നിൽക്കുന്നു. ഞാൻ ബൈബിളിനെ കാണുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അല്ലാത്ത ഒരാൾക്ക് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം എടുത്തിട്ട് കണ്ടോ യഹൂദന്മാരെ പറ്റി നിങ്ങളുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ, ഇല്ല സഹോദര, റോമാലേഖനത്തില് പൗലോസിന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇത് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ യഹൂദന്മാരെ പറ്റി അല്ല എന്ന് ഞാൻ വ്യാഖ്യാനിക്കും. സോ അവിടെ നിങ്ങളുടെ ഒരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ഇതുപോലെ എല്ലാ മതങ്ങൾക്കും ഒരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഡയലോഗ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മള് ഒരു സിവിലൈസ്ഡ് ഡയലോഗ്. ഇപ്പൊ നിങ്ങൾക്ക് വ്യാഖ്യാനത്തിനെ പറ്റി ബൈബിള് പറയുന്നു. മതി. ട്വിസ്റ്റ് മനസ്സിലായോ? ഇവിടെയാണ് ട്വിസ്റ്റ്. എന്തിനാണ് അജി ഇത് പറഞ്ഞത് എന്നാ ഇപ്പോഴാണ് അജി പറയുന്നത്, അത് വ്യക്തമാക്കുന്നത്. അതായത് മുഹമ്മദ് തന്റെ പുസ്തകമായ ഖുറാനിലൂടെ യഹൂദന്മാരെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തന്നെ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ യഹൂദന്മാരെ കുറിച്ച് ഉണ്ട് എന്ന ദുർവ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ അത്ര വലിയ ദൈവനിന്ദയാണ് അജി ഇവിടെ പറയുന്നത്. ഇനി നാളെ റൂം ഇട്ടിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലെന്ന് പറയും. കൂടാതെ ചെൽബന്ദികൾ അതെ അജി പറഞ്ഞ സത്യം, അജി അങ്ങനെ പറഞ്ഞില്ലെന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ ഇറങ്ങുകയും ചെയ്യും. ആ പോർഷൻ മാത്രം ഒന്ന് കേൾപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അനി ബ്രദറെ? ഏത് ഭാഗം മുഹമ്മദ് യഹൂദന്മാരെ കുറിച്ച് എന്തു പറഞ്ഞോ അത് പറഞ്ഞു. ഈ പോർഷൻ തന്നെ ഉണ്ടോ? അത് ഈ പോർഷൻ തന്നെ ഉണ്ടോ? ഉണ്ട് ബ്രദറെ, ബ്രദർ കേട്ടില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സ്ക്രിപ്ചർ കൊണ്ട് വ്യാഖ്യാനിക്കണം. അപ്പൊ എങ്ങനെ 10, 11 അധ്യായങ്ങളിൽ യഹൂദനെ പറ്റി പൗലോസിന്റെ കാഴ്ചപ്പാട് സിസ്റ്റമാറ്റിക്കലി പറഞ്ഞിട്ടുണ്ട്. ഈ യഹൂദന്മാർക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുവാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ സമ്മതിക്കും. അത്ര സ്നേഹമുള്ള ഒരു ടെക്സ്റ്റോ ബിബ്ലിക്കൽ ടെക്സ്റ്റോ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ എന്താണ് നമ്മളുടെ അതിന്റെ വ്യാഖ്യാനം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കതൊരു ബാലൻസ്ഡ് ആയിട്ട് വരും. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹൂദനെ പറ്റി നിങ്ങൾ ഈ മുഹമ്മദ് ഇവിടെ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞിരിക്കുന്നു, എന്ത് പറഞ്ഞിരിക്കുന്നു അത് തന്നെ യഹൂദനെ പറ്റി ബൈബിള് പറയുന്നുണ്ട്. മുഹമ്മദ് ക്രിസ്ത്യാനികളെ കുറിച്ച് എന്തു പറഞ്ഞുവോ അത് തന്നെ ബൈബിൾ യഹൂദന്മാരെ കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് അജി പറയുന്നത്. ഇത് എന്തുകൊണ്ട് അജി ഇങ്ങനെ പറയേണ്ടി വന്നത്? കാരണം സെബാസ്റ്റ്യൻ പൊന്നേക്കൽ ബ്രദർ തൻ്റെ വോയിസുകളിൽ പലപ്പോഴും മുസ്ലിംസ് യഹൂദരെയും ക്രൈസ്തവരെയും എല്ലാ ദിവസവും ശാപപ്രാർത്ഥന നടത്തുന്നു, ക്രൈസ്തവർ വഴിപിഴച്ചവരും യഹൂദന്മാർ ശപിക്കപ്പെട്ടവരുമാണെന്ന് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നവരാണ് ഇവരെന്ന് സെബാസ്റ്റ്യൻ കൂടെ പറയുന്നു. അത് തെറ്റാണ്, അങ്ങനെ ഇല്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഡയലോഗിലേക്ക് പോകണം എന്ന് പറയാൻ വേണ്ടി അജി കൊണ്ടുവരുന്ന വാദമാണ് എന്ത്? യഹൂദർ ക്രിസ്ത്യാനികളെ കുറിച്ച് മുഹമ്മദ് തന്റെ കിതാബിൽ പറഞ്ഞിരിക്കുന്ന ഫാത്തിയ പ്രയർ അല്ലേ, അവരുടെ പ്രയർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ബൈബിളിലുണ്ട്. മുസ്ലിങ്ങളുടെ പ്രയറിൽ എന്താ ഉള്ളത്? അത് ദേവദാസന്മാർ പിന്നീട് ഇവിടെ സഹോദരന്മാർ സംസാരിക്കും.
അതായത് ഈ വഴിപിഴച്ചവരാര് എന്ന് ചോദിക്കുമ്പോൾ വഴിപിഴച്ചവരുടെ മാർഗത്തിൽ ഞങ്ങളെ ആക്കരുതേ എന്നുള്ള അവരുടെ പ്രയറിൽ ഖുറാന്റെ ആദ്യത്തെ അധ്യായമാണ് ഫാത്തിഹ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കും, അതിന്റെ അവസാനത്തെ റെഫറൻസുകളിൽ പറയട്ടാന്ന് തോന്നുന്നു, പറയുന്ന കാര്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വഴിപിഴച്ചവരും ശപിക്കപ്പെട്ടവരും ക്രിസ്ത്യാനികളും യഹൂദന്മാരുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. മുസ്ലിങ്ങളുടെ തഫ്സീറുകളിൽ അവരുടെ പണ്ഡിതർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നതാണ്. അതങ്ങനെ, അത് ക്രിസ്ത്യാനികളുടെ ആരോപണമല്ല. അവരുടെ ആളുകൾ തന്നെ ആ ശപിക്കപ്പെട്ടവർ ഇന്നവരാണെന്നും ഈ വഴിപിഴച്ചവർ ഇന്ന കാറ്റഗറി പെടുന്നവരാണെന്നും അവർ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്ന. അപ്പൊ അജി എന്താണ് അവിടെ പറയുന്നത്? നിങ്ങൾ ഡയലോഗിന് വരികയാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായിരിക്കും. ആ വ്യാഖ്യാനത്തെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. ഓക്കെ, ആ വ്യാഖ്യാനത്തെ ഉൾക്കൊള്ളുമ്പോൾ അജി എങ്ങനെ ഇവിടെ ബാലൻസ് ചെയ്യുന്നത്? തിരിച്ച് നിങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിൽ യഹൂദൻ ശപിക്കപ്പെട്ടവനാണെന്ന് ക്രിസ്ത്യാനികളുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന്. എവിടെയാടാ ഉള്ളത് അജി? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അജി പറയാണ് ഇങ്ങനെ ഉണ്ടെന്ന്. ഇവനിത് എങ്ങനെ സാധിക്കുന്നു? ഇനി എപ്പോഴെങ്കിലും ക്രിസ്ത്യാനി യഹൂദൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കൽപ്പനയുണ്ടോ? അങ്ങനെ ഒരു പ്രാർത്ഥന ക്രൈസ്തവരെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്ലീഹന്മാർ? ഇല്ലല്ലോ. ഏതെങ്കിലും സഭ പഠിപ്പിക്കുന്നുണ്ടോ? എഴുതപ്പെട്ട പ്രാർത്ഥനകൾ കൈകാര്യം ചെയ്യുന്ന ഈ പറയുന്ന പട്ടത്വ സഭകളിൽ ഏതെങ്കിലും സഭ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ? സുറിയാനി സഭയിലുണ്ടോ? യാക്കോബക്കാരുടെ ഇടയിലുണ്ടോ? ഓർത്തഡോക്സുകാരുടെ ഇടയിൽ രണ്ട് കാറ്റഗറിയും പെടുമല്ലോ. കാത്തലിക്സിന്റെ ഇടയിലുണ്ടോ? ഇനി കാത്തലിക്സിൽ ഏതെങ്കിലും റീത്തിലുണ്ടോ? പ്രൊട്ടസ്റ്റന്റുകാരായ CSI CNAക്കാർ ചെയ്യുന്നുണ്ടോ ഇത്? എവിടെയാണ് അജി ഇത് ചെയ്യുന്നത്? ഇനി ക്രിസ്ത്യാനിയുടെ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ യഹൂദൻ ശപിക്കപ്പെട്ടവനാണ് എന്ന്, അവരെ നിങ്ങൾ ശപിക്കപ്പെട്ടവരായി പരിഗണിക്കണമെന്ന് ഉണ്ടോ? ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറയാൻ നിനക്ക് ഉളിപ്പുണ്ടോടാ അജി? രണ്ടാമത്തെ കാര്യം, അജി ഇവിടെ പറയുന്നത് ഒരു ഡയലോഗിനെ സംബന്ധിച്ചാണെങ്കിൽ ആ ഡയലോഗിന് അജി വെക്കുന്ന വാദം ഇതാണ്: നിങ്ങൾ ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ, ഇസ്ലാമിന്റെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലും ഇങ്ങനെ ഉണ്ടെന്ന് വേണമെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ലേ എന്നാണ് അജി ചോദിച്ചത്. അപ്പോൾ തന്നെ സഹോദരൻ പറയുന്നുണ്ട്, ഇല്ല ബ്രദറെ, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇല്ലെന്ന്. ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞ ഗുരുവിന്റെ ശിഷ്യന്മാർ യഹൂദന്മാരെ ശത്രുക്കളായി കണ്ട് അവരെ ശപിച്ച് പ്രാർത്ഥിക്കുമെന്നാണോ അജി വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നിട്ട് അജി ഇതിന് എവിഡൻസിനായിട്ട് പോണ സങ്കീർത്തനങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന്. അതാണോടാ ക്രിസ്ത്യാനിയുടെ ഉപദേശപരമായ അല്ലെങ്കിൽ പ്രായോഗികമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനം കിടക്കുന്ന സങ്കീർത്തനമാണോ? ഉളിപ്പെന്ന് പറഞ്ഞത് അജി നിനക്കുണ്ടോ? ഇനി അജിയുടെ ഈ വാദം നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇല്ല. ഇനി അഥവാ വാദത്തിന് വേണ്ടി അത് സമ്മതിക്കുകയാണെങ്കിൽ, അജി പറഞ്ഞ പോലെ ഫോർ എ ഡയലോഗ് അങ്ങനെ സമ്മതിക്കുകയാണെങ്കിൽ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതായത് ഒരു മുസ്ലിം മുസ്ലിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് വിഷമമുണ്ട്, കാരണം ഞങ്ങളെ വഴിപിഴച്ചവരെന്ന് നിങ്ങൾ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ യഹൂദന്മാർ ശപിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജി പറയുന്നത് എന്താണ്? അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് മുസ്ലിങ്ങളുടേതാകുന്ന വേറെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരിക്കും. മുസ്ലിങ്ങളുടെ വേറെ ഇന്റർപ്രിട്ടേഷൻ കാണും. ആ ഇന്റർപ്രിട്ടേഷൻ അടിസ്ഥാനത്തിലാണ് ഡയലോഗിന് സാധ്യത. അജി വി ചലഞ്ച് യു. അവിടെ പറഞ്ഞ വഴിപിഴച്ചവരും ശപിക്കപ്പെട്ടവരും ഫാത്തിഹയിലെ റെഫറൻസിലുള്ളത് ക്രിസ്ത്യാനികളും യഹൂദന്മാരും അല്ലാത്ത അവരെ അല്ല അങ്ങനെ വിളിച്ചിരിക്കുന്നതെന്ന് മറ്റൊരു വ്യാഖ്യാനമോ മറ്റൊരു ഇന്റർപ്രിട്ടേഷനോ മുസ്ലിം പണ്ഡിതരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അജി നീ അത് കൊണ്ടുവരണം. എന്നിട്ട് ആ ഓപ്ഷൻ വെക്കണം, ഇതിനേക്കാളും മെച്ചമായ മറ്റൊരു വ്യാഖ്യാനം അവിടെ ഉണ്ടെന്ന്. ഇതുവരെയും ഇവിടെ ക്രൈസ്തവരുടെ പഠനത്തിൽ ആ ഫാത്തിഹയിലെ റെഫറൻസിന്, 8ാമത്തെ റെഫറൻസിന് മറ്റൊരു ഇന്റർപ്രിട്ടേഷനും വ്യാഖ്യാനവും ഞങ്ങൾ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു ഇസ്ലാമിക പണ്ഡിതനും പറഞ്ഞിട്ടില്ല. പിന്നെ നിനക്കിത് എവിടെ നിന്നാടാ ഇത് കിട്ടുന്നത്? വേറെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടെങ്കിൽ നീ മുസ്ലിങ്ങളുടെ പണ്ഡിതന്മാരുടെ പ്രമാണം കൊണ്ടുപോവാ, രേഖ കൊണ്ടുപോവാ.
അപ്പൊ ഇവിടുത്തെ ട്വിസ്റ്റ് കണ്ടോ? ഇസ്ലാമിൽ ഉള്ള ഈ വ്യാഖ്യാനത്തെ അജി വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയും അവിടെ അങ്ങനെ അല്ലാത്തൊരു വ്യാഖ്യാനം ഉണ്ടായിരിക്കാമെന്ന് പറയുകയും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന വെറും കാട്ടുകള്ളനാണ് അവൻ. കള്ളന് കഞ്ഞി വെച്ചവൻ. ഇവിടെ നാണമെന്ന് പറയുന്ന, ഉളുപ്പെന്ന് പറയുന്ന, തൊലിക്കട്ടി എന്ന് പറയുന്നത് കണ്ടാമൃഗം നിന്റെ മുൻപിൽ നമസ്കരിച്ച് നിന്നിട്ട് മൂക്കിന്റെ കൊമ്പ് നിനക്ക് തരും, നിന്റെ തൊക്കൊന്ന് ചൊറിഞ്ഞോളാൻ പറഞ്ഞ് ഫ്രീ ആയിട്ട് തരും. ഹോ, പലരെയും കണ്ടിട്ടുണ്ട്. ബ്രദറുകാരുടെ പേരും പറഞ്ഞ്, ക്രിസ്ത്യാനിയുടെ പേരും പറഞ്ഞ്, ഇതുപോലെ വെടുവായിത്തരം പറഞ്ഞ് ക്രൈസ്തവരുടെ ഗ്രന്ഥത്തിൽ ശാപപ്രാർത്ഥന ഉണ്ടെന്ന് തെളിയിക്കാൻ നടക്കുന്ന നിന്നെ എന്താടാ ഹാജി പൗലോ വിളിക്കേണ്ടത്? നിന്നെ ഓന്തുണ്ണി മേത്തന ഹാജി പൗലോ എന്ന് ആരെങ്കിലും വിളിച്ചാൽ അതെ അജിയുടെ കയ്യാളന്മാരും കപ്പ്യാരുമാരും ഒക്കെ അങ്ങോട്ട് ചേർന്നേരം മാറുന്നുള്ളൂ കേട്ടോ. ഓന്തുണ്ണി മേത്തന ഹാജി പൗലോ എന്ന് അജി പോളിനെ തന്നെയാണ് വിളിച്ചത്. അതിൽ വിഷമം ഉണ്ടെങ്കിൽ അവനോട് ഇത്തരം ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും ബൈബിളിന്റെ റെവലേഷൻസിനെതിരെ കുതിര കയറുന്നത് അവസാനിപ്പിക്കാൻ പറയാനുള്ള ആർജവത്വമില്ലാത്തവന്മാര് അജീനെ വെളുപ്പിക്കാൻ ഇറങ്ങി വരരുത്. അത് പറയാൻ കഴിവില്ലാത്തവൻ അജിക്ക് വെള്ളം കോരാനും വിറക് വെട്ടാനും നിന്നിട്ട് ഞങ്ങൾ അജീനെ ഹാജി പൗലോ എന്ന് വിളിച്ചാൽ ഹാജി, കേരളത്തിലെ മലയാളം അറിയാവുന്ന ഹാജിയാരന്മാർ പോലും ചെയ്യാൻ മടിച്ച കാര്യം ചെയ്തവനാണിവൻ. ക്രിസ്ത്യാനികൾക്ക് ശാപപ്രാർത്ഥനയുണ്ട് യഹൂദന്മാർക്കെതിരെ, അവരുടെ ഗ്രന്ഥത്തിൽ അതുണ്ടെന്ന് പറഞ്ഞ നിന്നെ ഹാജി പൗലോ എന്ന് തന്നെ വിളിക്കും. നീ ഹാജിയാരെക്കാളും താഴേക്കിടയിലുള്ള, അതുകൊണ്ടാണ് ഓന്തുണ്ണി മേത്തന ഹാജി എന്ന് വിളിക്കുന്നത്. ഓന്തിന്റെ സ്വഭാവം അറിയാലോ, ഏത് സമയത്തും നിറം മാറും. ഇവന്റെ റൂമുകൾ ശ്രദ്ധിക്കുക. സംസാരിച്ച് പോകുന്നതിനിടയിൽ അതെ അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ അതിനെതിരെ പറയും. ഇതെല്ലാം നീ ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് നിന്നെ ഓന്തുണ്ണി മേത്തന ഹാജി പൗലോ എന്ന് വിളിക്കുന്നത്. എടാ, നിന്നേക്കാളൊക്കെ എത്ര ബെറ്റർ ആൻഡ് ബെസ്റ്റ് ആടാ ഷിബു പീഡിയക്കില്. അദ്ദേഹത്തിന് ഓന്ത് എന്നൊക്കെ വിളിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷ് ബ്രദറിനെ ഇപ്പൊ പിടിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞൊട്ട് കൊടുക്കാൻ തോന്നുന്നുണ്ട്. വിളിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ പോലെ ഒരു ഐറ്റം കയറി വരുമ്പോ എന്തിനാടാ ആ ഷിബു പീഡിയക്കലിനെ ആ പേര് വിളിച്ചതെന്ന് ഞാനിപ്പോ സുഭാഷിനോട് ചോദിക്കുന്നത്. അജിക്ക് വെച്ചിരുന്ന സാധനമാണത്, ഓന്തുണ്ണി മേത്തൻ തന്നെ. ഇനി ഈ ഒരു കാര്യം, അതായത് ഒരു ഡയലോഗിന് വേണ്ടി അവിടെയും ഇന്റർപ്രിട്ടേഷൻ ഇവിടെയും ഇന്റർപ്രിട്ടേഷൻ ബേസ് ചെയ്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കൂടത്തിൽ ഇരുന്ന് സംസാരിച്ച എല്ലാവരും ഓർത്തുകൊള്ളുക. കൂടത്തിലിരുന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചവർ ഓർത്തുകൊള്ളുക. ഈ രണ്ടിടത്തും ഒരുപോലെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് റഫറൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തി. 2, അങ്ങനെ ഒരു ഡയലോഗിലേക്ക് പോകുമ്പോൾ അജി പറയുന്നത് പോലെ അത് തർക്കത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുകയാണെന്ന് കരുതുക. അവിടെ അങ്ങനെ വ്യാഖ്യാനമുണ്ട്, ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടി വരുമെന്ന് അജി പറയുമ്പോൾ, അങ്ങനെ വ്യാഖ്യാനിക്കണമെങ്കിൽ അജി ആ വ്യാഖ്യാനത്തിന് കാരണമായ അജി പറയുന്ന കാര്യം അവിടെ വേണ്ടേ? ഇനി അജി പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. മുഹമ്മദ് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞതെല്ലാം ക്രിസ്ത്യാനികൾ യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അജി പറഞ്ഞത്. അജി നിന്നെ ചലഞ്ച് ചെയ്യുന്നു. നിന്റെ അടുത്ത നെക്സ്റ്റ് 10 തലമുറ അടക്കമുള്ളവരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. നിനക്കിത് തെളിയിക്കാവോ? നിനക്ക് ആംബിയർ ഉണ്ടോ? നീ കൂട്ടിയാ കൂടുവോ? മുഹമ്മദ് യഹൂദന്മാരെ എലികളാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുരങ്ങന്മാരാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇസ്ലാമിൽ സ്പെഷ്യലൈസ് ചെയ്ത സഹോദരന്മാർക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അങ്ങനല്ല, എലികള് യഹൂദന്മാരാണ്. യഹൂദന്മാർ എലികളായെന്ന് പറഞ്ഞയാള് മുഹമ്മദ് ആകുമ്പോ യഹൂദന്മാരെ എലികളാക്കിയത് മുഹമ്മദ് അല്ലേ? അതാ പറഞ്ഞത്. മുഹമ്മദിന്റെ ഗ്രന്ഥപ്രകാരം മുഹമ്മദ് പറഞ്ഞതല്ല, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറഞ്ഞെന്നാ പറഞ്ഞത്. എവിടെയാടാ അജി യഹൂദന്മാരെ എലികളാണ് എന്ന്, എലികളായി മാറും അല്ലെങ്കിൽ എലികളായി പോയി എന്നൊക്കെ ക്രിസ്ത്യാനി പറഞ്ഞത്? എവിടെയാടാ ക്രിസ്ത്യാനി യഹൂദൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത്? എവിടെയാടാ ക്രിസ്ത്യാനി യഹൂദന്മാരെ വഴിപഴച്ചവരാന്ന് വിളിച്ചത്? എവിടെയാണ്?
മുഹമ്മദ് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞ അതാണ്, അവർ വഴി പിഴച്ചവരാണെന്നാ പറഞ്ഞത്. അപ്പൊ അജിയോടൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അജി, മുഹമ്മദ് ക്രിസ്ത്യാനികൾ വഴി പിഴച്ചവരാണെന്ന് പറഞ്ഞത് ഏത് സെൻസിലാണെന്ന് അജിക്ക് അറിയാവോ? അതെങ്ങനെയാണെന്ന് അജിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ചില സെന്റൻസസ് പറയാം. എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനും അള്ളാഹു കൂടാതെ കണ്ട് അള്ളാഹുവിനോട് എന്താ പറയുക, അള്ളാഹുവിനൊരു മകനുണ്ട് എന്ന് പഠിപ്പിച്ചു എന്നാണ് ഖുർആൻ പ്രകാരം ക്രിസ്ത്യാനികളെ കുറിച്ചുള്ള ആരോപണം. അതുകൊണ്ട് അവർ വഴിപിഴച്ചു പോയി. 2, ഈസ പഠിപ്പിച്ചോ എന്ന് ചോദിക്കുന്ന പോർഷനുണ്ട്. എന്നെയും നിന്റെ അമ്മയെയും ഒക്കെ ആരാധിക്കാൻ പഠിപ്പിച്ചോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്തു എന്നും പറഞ്ഞാണ് ഇവർ 5:116. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാണ്. പിന്നെ യേശു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് കൊണ്ട് അവനെ അവർ കൊന്നിട്ടുമില്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല എന്നാണ് മുഹമ്മദ് പറയുന്നത്. അപ്പോൾ അത് യേശു മരിച്ചടക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാണ്. അള്ളാഹുവിനോട് കൂട്ടുചേർത്ത് അള്ളാഹുവിനൊരു മകനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാണ്. ഇങ്ങനെ ക്രിസ്ത്യാനികൾ വഴിപിഴച്ചു പോയി എന്ന് ക്രിസ്ത്യാനികളെ കുറിച്ച് മുഹമ്മദ് ആരോപണം പറഞ്ഞതുപോലെ ഏത് യഹൂദന്റെ പ്രമാണത്തെ നോക്കിയിട്ടാടാ ഇവിടെ ക്രിസ്ത്യാനികള് അപ്പോസ്തലിക കാലം തൊട്ട് ഇന്ന് വരെ യഹൂദന്മാർ വഴിപിഴച്ചവരാണെന്ന് എവിടെയാടാ പറഞ്ഞിട്ടുള്ളത്? യഹൂദൻ അല്പമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു വീണ്ടെടുപ്പുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ അവർ കാര്യങ്ങളെ പൂർണ്ണമായി ഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവരെല്ലാം ശപിക്കപ്പെട്ട് കിടക്കുവാന്ന്, വഴിപിഴച്ചു പോയവരാണെന്ന് ഒരിടത്തും ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരോ എഴുത്തുകാർ പറഞ്ഞിട്ടില്ല. അപ്പൊ നിന്റെ വ്യാഖ്യാനം എന്താണ്? 2 വ്യാഖ്യാനമുണ്ടെന്ന്. അപ്പം വഴിപിഴച്ചവരെന്ന് ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ ഫാത്തിഹയിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നുവെങ്കിൽ അതിന് കൃത്യമായ ഇന്റർപ്രിട്ടേഷൻ അവരുടെ കിതാബും പ്രകാരം ഉണ്ട് അജി. അതല്ലാതെ മറ്റൊന്നുണ്ടെന്ന് നീ പറയുവാണെങ്കിൽ നീ കൊണ്ടുവരണം. ഇനി മറുവശത്ത് ക്രിസ്ത്യാനികൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീയാണ് അതിന് തെളിവ് തരേണ്ടത്. മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങൾ ഏത് കാര്യമാണ് ഇവിടെ ക്രിസ്ത്യാനി ബൈബിളിൽ എഴുതി വെച്ച് അതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഹൂദനെതിരെ? ഇനി ഒരെണ്ണം പറഞ്ഞാൽ മതി. ഒരെണ്ണം. യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ശത്രുക്കളായി കണക്കാക്കുന്ന, മരിക്കുന്ന സമയത്ത് അവരെ ശപിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് ചെയ്തതുപോലെ ഏത് ക്രിസ്ത്യാനിയാണ് യഹൂദനെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്? ഏത് ക്രിസ്ത്യാനിയാ? നിനക്ക് നാണെന്ന് പറഞ്ഞതുകൊണ്ടോ, നിനക്ക് ഉളുപ്പെന്ന് പറഞ്ഞതുകൊണ്ടോ? നീ റൂമിൽ കയറി വരുന്നവരെ സംസാരിക്കാൻ സമ്മതിക്കത്തുമില്ല. എന്നിട്ട് ഇതുപോലെ വെടുവായിത്തരം വിഡ്ഢിത്തരവും വലിയ ആനയമ്പഴങ്ങയായിട്ട് നീ ഇങ്ങനെ പുറത്തേക്ക് ഛർദ്ദിച്ചിടും. നിന്നെ ഹാജി പോൾ എന്ന് വിളിച്ചതിൽ എന്താടാ തെറ്റുള്ളത്? എടാ, ഇവിടെ ഇത്രയും കാലം ദാവാപ്രവർത്തകര് ക്രൈസ്തവരുമായിട്ട് ഹോട്ടായിട്ടുള്ള ഡിബേറ്റ്സ് നടത്തിയിട്ടുണ്ട്, തർക്കങ്ങൾ വാദങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് വരെ അവർ പോലും പറയാൻ മടിക്കുന്ന അത്രയും ഹീനമായ കാര്യമല്ലടാ ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞ് നീ അവതരിപ്പിച്ചത്. നിന്നെ ഞങ്ങൾ ഇനി എന്താ വിളിക്കണ്ടേ? നീ തന്നെ പറ ഒരു പേര്, നല്ല പേര്. അപ്പൊ ആ വോയിസ് ഒന്നുകൂടെ ലാസ്റ്റ് ഭാഗം ഒന്ന് കേൾപ്പിക്കുമല്ലോ. അവന്റെ ഇന്റർപ്രിട്ടേഷനും അവന്റെ വ്യാഖ്യാനവും ഞാൻ വ്യാഖ്യാനിച്ചതേ ഇല്ല, ഞാൻ വായിച്ചതേ ഉള്ളൂ. കേട്ടല്ലോ. അവൻ വ്യാഖ്യാനിച്ചില്ല കേട്ടോ. ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? അവൻ വ്യാഖ്യാനിച്ചില്ല കേട്ടോ. അവൻ ഒട്ടും വ്യാഖ്യാനിച്ചില്ല. അവൻ വ്യാഖ്യാനിക്കാതെ കണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ ശപിക്കപ്പെട്ടവരെന്ന് എഴുതി ശാപം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു വന്നത്. അവൻ വ്യാഖ്യാനിക്കാതെ കണ്ടാണ് പറഞ്ഞത്. മുഹമ്മദ് ക്രിസ്ത്യൻസിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞു. അവന്റെ വ്യാഖ്യാനമല്ല, ബൈബിളിലുള്ളതാ, ഡയറക്റ്റ് റെവലേഷനാ. എടാ, ഡയറക്റ്റ് റെവലേഷനെ തള്ളി പറഞ്ഞിട്ട്
നിന്റെ വ്യാഖ്യാനം കൊണ്ടോടെ കുത്തിക്കയറ്റിയിട്ട് അത് അംഗീകരിക്കണമെന്ന് മറ്റുള്ളവരോട് പറയുന്നത് നിനക്ക് പറയാൻ ഉളുപ്പുണ്ടോടാ നീ വ്യാഖ്യാനിച്ചിട്ടില്ലെന്ന്? ബാക്കി കേൾപ്പിക്കപ്പെടുന്നത്. അല്ലാത്ത ഒരാൾക്ക് 1 തെസ്സലോനിക്ക 2-ാം അധ്യായം എടുത്തിട്ട് കണ്ടോ യഹൂദന്മാരെ പറ്റി നിങ്ങളുടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ, ഇല്ല സഹോദര, റോമാലേഖനത്തില് പൗലോസിന്റെ കാഴ്ചപ്പാട് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇത് അവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ യഹൂദന്മാരെ പറ്റി അല്ല എന്ന് ഞാൻ വ്യാഖ്യാനിക്കും. സോ അവിടെ നിങ്ങളുടെ ഒരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ഇതുപോലെ എല്ലാ മതങ്ങൾക്കും ഒരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവശ്യമുണ്ട്. ഇതാണ് നമ്മൾ ഡയലോഗ് എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു സിവിലൈസ്ഡ് ഡയലോഗ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വന്നു, കണ്ടോ അത് എല്ലാ യഹൂദന്മാരെയും പറ്റി അല്ല. അത് എനിക്കും അറിയാം. ഞാനൊരു പ്രധാനക്കാരനാണ്. വേറെ ആരും എടുക്കല്ലേ. അത് എല്ലാ യഹൂദന്മാരെയും പറ്റി അല്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് വേറൊരു മതക്കാരനത് അറിയില്ല. അത് പഠിപ്പിക്കേണ്ടത് ആരാണ്? ഞാനാണ് പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഹോദര, രാവിലെയും വൈകുന്നേരം 17 പ്രാവശ്യം പറയേണ്ടതെന്ന് പറയുമ്പോൾ അവർക്ക് അതിനൊരു തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ക്രിസ്ത്യാനിക്ക് സകല അതായത് നിങ്ങള് ഇസ്ലാമിനെ പറ്റി പറയുന്ന വ്യാഖ്യാനത്തെ ഒരു ക്രിസ്ത്യാനിയല്ലേ, ഞാനല്ലേ നിങ്ങൾ റെപ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് യഹൂദൻ ഇങ്ങനെയുള്ളവരാണ്. അതിനർത്ഥം യഹൂദന്മാരെ ഇന്ന് ക്രിസ്ത്യാനികൾ അങ്ങനെ കാണുന്നതാണോ? അല്ല. നമുക്ക് അതിനൊരു വ്യാഖ്യാനമുണ്ട് എന്ന് പറഞ്ഞ മാതിരി അവർക്കും ഉണ്ടാകാം. ഇത് തമ്മിൽ രണ്ടുപേരും ക്രിസ്ത്യാനി യഹൂദന്മാരെ കുറിച്ച് എന്തോ ഭയങ്കര മോശമായിട്ട് പറഞ്ഞു വെച്ചേക്കുവാന്നുള്ള നിലയിൽ ഇവന്റെ വർത്താനം. അയ്യോ, നീ വ്യാഖ്യാനിക്കാത്തത് നന്നായി. നീ വ്യാഖ്യാനിച്ചത് കേട്ടപ്പെട്ട തൃപ്തിയായി. ഒരു രക്ഷയില്ല അതിന്റെ വ്യാഖ്യാനം. ഇനി ക്രിസ്ത്യാനികളെ യഹൂദന്മാരെ കുറിച്ച് എന്തോ ഭയങ്കര മോശമായിട്ട് എഴുതി വെച്ചേക്കുവാന്നാ അവൻ പറയുന്നത്. എന്ത്? ഫാത്തിഹയിലെ ശാപപ്രാർത്ഥനയ്ക്ക് തുല്യമായ എന്തോ ഒരു കാര്യം ക്രൈസ്തവന്റെ തെസ്സലോനിക്ക ലേഖനത്തിലുണ്ടെന്ന്. എവിടെയാണ് അജി? ഞാനത് കണ്ടില്ല. അപ്പൊ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് നീ നടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കാതെ നീ ഈ വൃത്തികെട്ട പണി നീ ചെയ്യുന്ന എന്തുദ്ദേശത്തിലാ? നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല അജി, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിനക്ക് സത്യം പറഞ്ഞാൽ ബൈബിൾ എടുത്ത് കൈപ്പിടിച്ച് ഇതിൽ ഒരു റെഫറൻസ് പോലും വായിച്ച് ഒരു കാര്യം പറയാനുള്ള ധാർമ്മികമായ ഒരു റൈറ്റും നിനക്ക് ഇപ്പോഴില്ല. അതിന്റെ കാരണം ബൈബിൾ യഹൂദ വിരുദ്ധതയുള്ള പുസ്തകമാണ് പുതിയ നിയമം എന്ന് പറഞ്ഞവനാണ് അജി നീ. ഏത് രീതിയിലുള്ള വിരുദ്ധത? മുഹമ്മദിന് ക്രിസ്ത്യാനികളോടുള്ളതുപോലെ തന്നെ ഉള്ള വിരുദ്ധത ക്രിസ്ത്യാനികളുടെ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉണ്ട് എന്ന പച്ചക്കള്ളം, നുണ, വൈറ്റ് ലൈസ്, ഒരു ഉളുപ്പും കൂടാതെ പറഞ്ഞവനാണ് നീ. ഇതിന് നിന്നോട് തെളിവ് ചോദിച്ചിട്ട് കാര്യമില്ല, നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാർക്ക് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറയണം, അജി നിന്റെ കയ്യിൽ വല്ല കിടുതാപ്പും ഉണ്ടെങ്കിൽ നീ എടുത്തോണ്ട് വാ. മുഹമ്മദ് ക്രിസ്ത്യാനികളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ യഹൂദരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിന്റെ പ്രസ്താവന തെളിയിക്കാൻ നിന്റെ കയ്യിൽ വല്ലോ സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോടാ ജി. നീ ആണാണെങ്കിൽ കൊണ്ടുപോവാ. നിനക്ക് ആണത്വം ഉണ്ടോ എന്ന് നോക്കട്ടെ, നീ കൊണ്ടുപോകണ്ടെങ്കിൽ. അപ്പൊ ഇത് ഫാത്തിഹയിലെ പ്രയറും ക്രൈസ്തവ ബൈബിളിലെ ഒരു സ്റ്റേറ്റ്മെന്റും വ്യാഖ്യാനപരമായിട്ടോ റെവലേഷണലായിട്ടോ ഒരുപോലെയുള്ളതല്ല. ബൈബിളിൽ ഒരു പ്രയറുമില്ല ആരെയും ശപിച്ചുകൊണ്ട്. ബൈബിൾ ഡയറക്റ്റ് റെഫറൻസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുക്കൾക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിപ്പിൻ എന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ എന്നാണ് ബൈബിളിലുള്ളത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒരു സത്യക്രിസ്ത്യാനിക്ക് ഒരിക്കലും അവനെ തല്ലുന്ന, അവനെ ഉപദ്രവിക്കുന്ന, അവനെ ആക്രമിക്കുന്ന, അവനെ വഴിപിഴച്ചവരെന്ന് വിളിക്കുന്നവരോട് പോലും ഈ ക്ലബ് ഹൗസും കഴിഞ്ഞ് ഞങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഈ അറിവില്ലാത്ത മുസ്ലിമുകളെ അങ്ങ് രക്ഷിക്കണമെന്നേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത്. മനസ്സിലായോ? അജീപ്പോൾ നിനക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ് നീ ബൈബിളിൽ വേറെ തിരിച്ചുണ്ട് ക്രിസ്ത്യാനികളെ എല്ലാം
കൊന്നുകള ഞാൻ ഇവിടുന്ന് എന്താ പറയുന്നത് അറേബ്യൻ പെനിൻസുലയിൽ നീ ഇവരെ നാട് കടത്തിയിട്ട് എനിക്ക് വിശ്രമം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുക എന്ന് പറഞ്ഞ മഹത്തായ മതത്തിന്റെ ആവ് ക്രൈസ്തവർക്ക് നേരെ എങ്ങനെയെല്ലാം പ്രയോഗിച്ചു, അങ്ങനെയെല്ലാം ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്ന് നീ ക്രിസ്ത്യാനികൾ യഹൂദർക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് ഇന്ന് ലാൻഡ് എവിടെ ഉണ്ടാകുമായിരുന്നു അജി? യഹൂദന്മാർ നാടോടി നടന്ന സമയത്ത് ക്രൈസ്തവ രാജ്യങ്ങളിലെല്ലാം അവർക്ക് പീഡനം ഉണ്ടായപ്പോഴും അവരെ സ്വീകരിച്ചവരും അവർക്ക് ഇന്ന് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നവരുമായ നേഷൻസ് എല്ലാം, ഈ ക്രൈസ്തവ നേഷൻസ് എല്ലാം, അവരെല്ലാം അജി പറഞ്ഞ പോലെയാണെങ്കിൽ ഇത് നടക്കുമോ? തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഏത് ക്രൈസ്തവ നേഷനോടാണ് മുസ്ലിങ്ങൾക്ക് സാഹോദര്യമുള്ളത്? സാഹോദര്യം പറ്റുമോ അവർക്ക്? ഒരു ക്രൈസ്തവനെയോ യഹൂദനെയോ അവരുടെ വ്യാഖ്യാന പ്രകാരം ഉറ്റ സുഹൃത്തുക്കളായി അവർ പറയുന്നത് ഉപദേഷ്ടാവായി സ്വീകരിക്കാൻ പോലും അവർക്ക് കൽപ്പനയില്ല, അവർക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ സ്നേഹം നടിക്കുകയല്ലാതെ കണ്ട് സ്നേഹത്തിന്റെ കാരണത്താൽ പറയുന്ന ഒരു ഉപദേശത്തെ പോലും സ്വീകരിക്കാൻ അവർക്ക് മെന്റലി പറ്റുമോ? ഒരു കൂട്ടു ബിസിനസ് വാസ്തവത്തിൽ ഒരുമിച്ച് വിശ്വസ്തരോട് ചെയ്യാൻ അവർക്ക് പറ്റുമോ? അവരുടെ പ്രമാണം അനുസരിക്കുന്ന ഒരാൾക്ക് ഇല്ല. ക്രിസ്ത്യാനിയുടെ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റില്ലെന്ന്. അങ്ങനെ ഉള്ളിടത്താണ് അജി വന്നിട്ട് മുഹമ്മദ് പഠിപ്പിച്ച പോലെ എല്ലാം തിരിച്ച് ക്രിസ്ത്യാനികൾ യഹൂദന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ അജി, നിന്നെ കൊണ്ട് പറ്റില്ല, നീ വിട്ടിച്ച് പൊക്കോ. അല്ല പോരുത് കേട്ടോ, സോറി, ഞാനത് പറഞ്ഞ സഹോദരന്മാർ എന്നെ ചിലപ്പോൾ ചവിട്ടും. വേണ്ട, നീ അവിടെ തന്നെ നില്ല്. നിന്നെ പണ്ട് ഫറവോനെ ആക്കി വെച്ചിരിക്കുന്നത് നിർത്തിയിരിക്കുന്നതായിരിക്കും ദൈവം, നീ അവിടെ നിന്നോ. സഹോദരന്മാരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും ആണ് ഞാൻ ഈ റൂമിൽ ഈ വിഷയം സംബന്ധിച്ച്, യോയിസ് സംബന്ധിച്ച് പറയാൻ ആഗ്രഹിച്ച കാര്യം. ഒരു കാരണവശാലും ഒരു രീതിയിലും അജി പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ പറ്റില്ല. അജിക്ക് ഇന്റർപ്രിട്ടേഷൻ എന്താണ്, റെവലേഷൻ എന്താണെന്ന് അജിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഡയറക്റ്റ് റെവലേഷന് ഇന്റർപ്രിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇന്റർപ്രിട്ടേഷൻ ആവശ്യം വരുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇന്റർപ്രിട്ടേഷൻ പോവുക. അതുകൊണ്ട് വചനം കൊണ്ട് വ്യാഖ്യാനിക്കണമെന്നുള്ള അജിയുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊള്ളാം, പക്ഷെ അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അജിക്ക് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഫാക്ട് അത് വെരിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നിടത്ത് ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. പൗലോസ് അതാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ ചെയ്തത്. പൗലോസിന്റെ അനുഭവവും കർത്താവ് പഠിപ്പിച്ചതും സ്ലീഹന്മാർ ചെയ്തതും പറഞ്ഞതുമായ കാര്യം പൗലോസ് അവിടെ റീകളക്ട് ചെയ്യുക. അവിടെ ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. അതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റാണ് അവിടെ വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എടുക്കുക ചെയ്യേണ്ടത്. ഇനി ഡിസ്പെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് യഹൂദന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അത് റോമാലേഖനത്തിൽ പോയി പഠിച്ചോണം. അവിടെ എങ്ങും ഒരു സ്ഥലത്തും അജി പറഞ്ഞതുപോലെ എഴുതിയിട്ടുമില്ല. യഹൂദന്മാർ കൊള്ളരാത്തവന്മാരാണ്, അവനെ വൃത്തികെട്ടവന്മാരാണ്, അവന്മാരെ കൈകാര്യം ചെയ്യണം, അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ബൈബിളിൽ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരു സ്ഥലത്തുമില്ല ക്രിസ്ത്യാനികൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നിരിക്കെ നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ അജി, നീ ഇതിനൊക്കെ നീ ക്ഷമ പറയണം, അല്ലെങ്കിൽ ഇതൊക്കെ നീ തിരുത്തി പറയണം, അതിനുള്ള ആർജവത്വം കാണിക്കണം. അല്ല നിന്റെ ഈഗോ കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. പട്ടിത്തല്ല് മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ, നിന്ന് തിരിയാൻ അവസരം ഉണ്ടാകില്ല. അപ്പൊ ഓന്തുണ്ണി മരക്കാർ ഹാജി പൗലോ, പൊക്കാൻ പറ്റുന്നത് പൊക്കിയാൽ മതി കേട്ടോ, പറ്റാത്തത് പൊക്കാൻ നിൽക്കണ്ട. തലയ്ക്ക് നട്ടപ്പുറം വന്ന് വീഴും, കുറച്ച് കഴിയുമ്പോൾ കൈ കഴിച്ച്. നിന്നെ കൊണ്ട് സാധിക്കില്ല, നീ താങ്ങില്ല. ഓക്കെ, ഞാൻ നിർത്തുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.